അപ്പോൾ ഒരു വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ സുഖദുഃഖങ്ങളെ, കർമ്മപ്രാരാബ്ദങ്ങളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തോളാം. ഏത് സുഖദുഃഖങ്ങളും എപ്രകാരം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ മുൻകൂട്ടി ചിന്തിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളതാണ് ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ മാജിക് ഒന്നുമല്ല. ഒരു ബിസിനസ് പാർട്ട്ണർ പോലെയല്ല ഒരു ദാമ്പത്യ ഒരു ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ. അത് ആജീവനാന്തം വേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളത്. ഒരാൾക്കും അസുഖം വരാതിരിക്കാനുള്ള ഒരു വാക്സിൻ കണ്ടുപിടിച്ച എന്താ അവസ്ഥ ഉണ്ടാവുക? ഒരു വീരനെ സംബന്ധിച്ചിടത്തോളം ജാതകമൊന്നും പ്രശ്നമല്ല. ഭീരുവിനെ സംബന്ധിച്ചിടത്തോളമാണ് ജാതകം പ്രശ്നം. നമ്മൾക്ക് ചേരുന്നതാണോ എന്ന് തിരഞ്ഞെടുക്കാത്തതിൻ്റെ പ്രശ്നമാണ് ഇത് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം. ഒന്ന്, സ്വപ്നങ്ങൾ കൂടുന്നവർ ഭയം കൂടും മനുഷ്യന്. കാരണം സ്വപ്നങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമസ്കാരം. ദ സൺ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. വിവാഹവും ദാമ്പത്യ ജീവിതവും ജ്യോതിഷപരമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. സ്വാഗതം ശ്രീ വസുദേവ് സൂര്യൻ. ദാമ്പത്യ വിജയത്തിൻ്റെ ജ്യോതിഷപരമായ അടിസ്ഥാനം എന്താണ്? അതെ, ദാമ്പത്യ വിജയത്തിൻ്റെത് മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമ്മൾ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കും, മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടൊന്നല്ല, സകല ജീവജാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ജ്യോതിഷത്തിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൽ വിവാഹ ജീവിതത്തിനും പ്രാധാന്യമുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് വിവാഹ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെ എങ്ങനെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ബാധിക്കുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാളുടെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പോലെ, ഒരാളുടെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ സമസ്ത മേഖലകളിലും സംഭവിക്കാൻ സാധ്യതയുള്ളതും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുമായ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാഗ്യ നിർഭാഗ്യ കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പ്രകൃതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സപ്പോർട്ട്, ആ ഒരു പ്രകൃതി അതിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യും. നമ്മൾ വെയിലിൻ്റെയും മഴയുടെയൊക്കെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യം. അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജ്യോതിഷത്തിനെ വിനിയോഗിക്കുക എന്നാണ് പറയാം. അപ്പോൾ ഇത് രണ്ട് വ്യക്തികളുടെ കാര്യമാണ്. ഇപ്പോൾ ഒരാളുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ എവിടുന്നാണോ അദ്ദേഹം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത്, അവിടെ നിന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്, രണ്ടുപേരുടെയും. അപ്പോൾ ഒരാളുടെ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് വരും കാലങ്ങളിൽ ഏതാനും വർഷങ്ങൾ വളരെ നല്ല കാലഘട്ടമാണ്, അപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും വിജയപ്രാപ്തിയിലെത്താൻ സാധ്യതയുണ്ട് എന്നിരിക്കെ ആ ഭാഗം സേഫാണ്. ഇനി മറ്റേ ആളുടെ കാര്യം നോക്കും, അതായത് പാർട്ട്ണറുടെ കാര്യം നോക്കും, ഭാര്യയുടെയോ ഭർത്താവിൻ്റെ ഓപ്പോസിറ്റ്, അങ്ങനെ. അപ്പോൾ ആ വ്യക്തിക്കും കൂടി അതുപോലെ ഒരു നല്ല കാലഘട്ടമാണ് മുന്നോട്ട് വരാനിരിക്കുന്നതെങ്കിൽ അവർ രണ്ടുപേരും കൂടി ചേർന്ന് ജീവിക്കുമ്പോൾ അവർക്ക് സുഖമായിട്ട് ജീവിക്കാനാണ് സാധ്യത. ഇനി ഇതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് വരാൻ പോകുന്ന കാലഘട്ടം വളരെ ദുഷ്കരമായൊരു കാലഘട്ടമാണെങ്കിൽ, ഈ പാർട്ട്ണറുടെ സമയം നല്ലതാണെങ്കിൽ കൂടിയും ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരത് അനുഭവിക്കേണ്ടി വരും കൂടെ. മനസ്സിലായി? അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഉദ്ദേശത്തിന് പോകുമ്പോൾ ഒരാൾക്ക് നടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നടക്കാൻ സാധ്യത ഇല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഒരു നിർഭാഗ്യം കൊണ്ട് ഇദ്ദേഹത്തിന്റെ കൂടി ആ ഭാഗ്യ അവസരം നഷ്ടപ്പെട്ടേക്കാം. രണ്ടുപേരും ഒരുമിച്ച് പോവാണ്. ഒരാൾക്ക് പട്ടിണി കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ, നമ്മൾ ഉദാഹരണം പറയുന്നു, ഇപ്പുറത്തെ ആൾക്ക് അത് ഭക്ഷണം കഴിക്കാൻ യോഗം ഉണ്ടെങ്കിലും ആ പട്ടിണി കിടക്കാൻ യോഗമുള്ളവന്റെ കാരണം കൊണ്ട് ചിലപ്പോൾ ഇദ്ദേഹത്തിനോട് പട്ടിണി കിടക്കേണ്ടി വരും. തിരിച്ചു കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ, ഭക്ഷണം കിട്ടാൻ യോഗമുള്ള ഇദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് പട്ടിണി അടക്കാൻ യോഗമുള്ള അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടി കണ്ടിട്ടില്ല. എവിടെ തിരിച്ചാണ് കണ്ടേക്കുന്നത്. അതായത് യോഗങ്ങളെ ഷെയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഭാര്യ ഭർത്തൃ, ഇപ്പോൾ ഒരു വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ സുഖദുഃഖങ്ങളെ, കർമ്മപ്രാരാബ്ദങ്ങളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തോളാം, പങ്കിട്ടോളാം എന്നാണ് പറയുന്നത്. സുഖദുഃഖങ്ങളെ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഏതൊക്കെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു മോശം ദശാകാലം വരാനിരിക്കട്ടെ, ഇപ്പോൾ ഭർത്താവിന് ഒരു മോശം ദശാകാലം വരാനിരിക്കട്ടെ, ഭാര്യയ്ക്ക് അപ്രകാരം ഇല്ലെങ്കിൽ കൂടിയും ആ ശിഷ്ടകാലം അദ്ദേഹത്തോടൊപ്പം അത് ഷെയർ ചെയ്ത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ അത് അനുഭവിക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ട വ്യക്തി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ആ വ്യക്തിക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് വർഷങ്ങളായിട്ട് ജീവിച്ചിട്ട് പിന്നെ മുന്നോട്ടാണെങ്കിൽ ഇപ്പോൾ ശരി, അത് അങ്ങനെ വേണം എന്നുള്ളത്. പക്ഷേ നിശ്ചയിച്ച് നടത്തുന്ന വിവാഹങ്ങളിൽ ആ റിസ്ക് ഒഴിവാക്കിക്കൂടെ വേണമെങ്കിൽ? അത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നവരുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നിശ്ചയിച്ച് നടത്തുന്ന വിവാഹങ്ങൾക്കെങ്കിലും നമുക്ക് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാമല്ലോ. ഇപ്പം നമ്മൾ ആൾറെഡി ഒരു ഡേറ്റ്, ഒരു കാര്യം ഫിക്സ് ചെയ്തു, ആ ദിവസം നമുക്കൊരു തടസ്സം ഉണ്ടായി നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ തടസ്സമുള്ള ദിവസം നോക്കി നമ്മൾ ഫിക്സ് ചെയ്തിട്ട് തടസ്സം ഉണ്ടായി നമുക്കത് ശരിയല്ലല്ലോ. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു സ്ത്രീക്കോ പുരുഷനാവട്ടെ, നല്ല കാലം, നല്ല ദശാകാലമാണ്, നല്ല അവസ്ഥയാണ്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ മുന്നോട്ട് ഈ പാർട്ട്ണർക്ക് ഏതെങ്കിലും ഒരു ക്രൂരഗ്രഹത്തിൻ്റെ ദശാകാലം വരാനിരിക്കട്ടെ, ഇപ്പോൾ അഷ്ടമത്തെ ചൊവ്വയുടെ ദശയോ അഷ്ടമത്തെ രാഹുവിൻ്റെ ദശയോ വരാനിരിക്കട്ടെ, ഈ പറയുന്ന പാർട്ട്ണറും ഈ അതീവ കഷ്ടത്തിൻ്റെ ഒരു ഭാഗം ആയിട്ട് മാറും. അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവേണ്ട, തൊഴിൽ കിട്ടേണ്ട, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവേണ്ട കാലഘട്ടത്തിൽ തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും ഈ കഷ്ടത അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ട അത്തരം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ആൾറെഡി ചെറുപ്പം മുതലേ ഇഷ്ടപ്പെട്ട് ജീവിച്ച് ഒരു പ്രായപൂർത്തിയായി വിവാഹപ്രായമായി വിവാഹത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരുടെ കാര്യത്തിൽ ഈ പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പോൾ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളത്. അപ്പോഴും നമ്മളത് ചിന്തിക്കണം.
ആ കഷ്ടങ്ങളെ എങ്ങനെ കുറയ്ക്കാം, അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാന്നുള്ള ആലോചിക്കണം. അതിനും ജ്യോതിഷത്തിനെ നമുക്ക് പിന്നെ വിനിയോഗിക്കാം. അപ്പോൾ അതാണ് ഈ ഇപ്രകാരം പോവുക, അതായത് ഏത് സുഖദുഃഖങ്ങളും എപ്രകാരം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ മുൻകൂട്ടി ചിന്തിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മാജിക് ഒന്നുമല്ല. അപ്പോൾ നമുക്കത് ഇപ്പോൾ മഴ വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ നമ്മളൊരു കുട എടുത്ത് പോവാം, എന്നാലും കുറച്ച് നനയുമായിരിക്കും. കുട ഉണ്ടെങ്കിലും കുറച്ച് നനയും. ഇപ്പോൾ ഏത് കാർ ഉണ്ടെങ്കിലും നനയും. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് ഒരു ബിൽഡിങ്ങിലേക്ക് ഒരു അകത്തേക്ക് കയറുന്ന ഒരു മാത്രയിലെങ്കിലും കുറച്ച് നമ്മൾ നനയും. ഇപ്പം നനയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷെ എത്ര നനയണം, നനഞ്ഞു കുളിക്കണോ അതോ ആ ഒരു ചാറ്റൽ മഴ ഉണ്ടാൽ മതിയോ ഉള്ളതാണ് ഇവിടുത്തെ പ്രസക്തി. അപ്പോൾ ദാമ്പത്യത്തിൽ എന്താണ് ജ്യോതിഷത്തിന്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുൻകൂട്ടി തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഈ പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ജീവിതം അനാവശ്യ ദുരിതങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കണമെങ്കിൽ പിന്തിരിപ്പിക്കുക എന്നൊരു ചോയ്സാണ്. അപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരു ജോലി കിട്ടി ഇന്നടത്ത് പോകാം, നമ്മൾ അതിൻ്റെ വരുമരായികൾ ആലോചിക്കുമല്ലോ. സംഭവം ജോലി നല്ല, പക്ഷേ സ്ഥലം ആ ഏരിയ അത്ര പോരാ, അല്ലെങ്കിൽ അവിടുത്തെ സൗകര്യങ്ങൾ പോരാ, അല്ലെങ്കിൽ അവിടുത്തെ നിയമം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ പോയതുകൊണ്ട് എനിക്ക് പ്രയോജനം. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ വരുമരായികളും നമ്മൾ അവസരം മാത്രമല്ല നോക്കുന്നത്. ജോലി നോക്കും, ആ പ്രദേശം നോക്കും, ഇത് രാജ്യം നോക്കും, അല്ലെങ്കിൽ ഇത് സ്ഥലം നോക്കും, കൂടെ ഉള്ളവരെ നോക്കും, എല്ലാം നോക്കും. അതുപോലെ തന്നെ വിവാഹം നോക്കുന്നു. കാരണം ജോലി എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും മാറാനോ അല്ലെങ്കിൽ മറ്റൊരു സാധ്യതകളൊക്കെ ഉള്ളതാണ്. വിവാഹം നമ്മൾ മനസ്സിൽ കരുതുന്നത് ഒരു ആജീവനാന്ത കമ്മിറ്റ്മെന്റ് ആണെന്നുള്ളതാണല്ലോ. അതുകൊണ്ട് നമ്മളത് കുറച്ച് അധികം പരിശോധിക്കുന്നു മാത്രം. അത് 1-2 ദിവസത്തെ കാര്യമല്ലല്ലോ. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഒരു ബിസിനസ് പാർട്ട്ണർ പോലെയല്ല ഒരു ദാമ്പത്യ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ. അത് ആജീവനാന്തം വേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിന് യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ താൻ അനാവശ്യമായ പ്രശ്നങ്ങൾ ചെന്ന് ചാടുമോ എന്നൊക്കെയുള്ളത് ചിന്തിക്കുന്നതാണ് അതിൻ്റെ പ്രാധാന്യം. ഇനിയിപ്പോൾ അങ്ങനെ വന്നാൽ തന്നെയും അതിനെ എങ്ങനെ പരിഹരിക്കുക എന്നുള്ള വിദ്യകളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്തരത്തിൽ വന്ന് പെട്ടുപോയാൽ തന്നെയും ആ കഷ്ടങ്ങളെ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കാനും ജ്യോതിഷ ചിന്ത കൊണ്ട് സാധിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ജാതക ചേർച്ച എന്ന് പറഞ്ഞാൽ 10ൽ 10 പൊരുത്തങ്ങളാണ്. പൊരുത്തങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ 10ൽ 10 പൊരുത്തങ്ങളെ പറയും. ഈ പൊരുത്തങ്ങൾ എന്ന് പറയുന്നത് 2 പേര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഇവർ തമ്മിൽ ഉണ്ടാവേണ്ട പൊരുത്തമാണ്. പൊരുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മാനസികമായിട്ട് ഇവർ ചേർച്ച വരാൻ സാധ്യതയുണ്ടോ. ഇപ്പോൾ ഉദാഹരണം പറയുന്നത് ചില പ്രത്യേക ഗ്രഹനിലയുള്ള ആളുകൾ തമ്മിൽ ആളുകൾക്ക് ഒരു കോമൺ സ്വഭാവങ്ങളുണ്ടാവും. ഇഷ്ടാനിഷ്ടങ്ങൾ ഏകദേശം ഒരുപോലെ വരും. അപ്പോൾ ചിലപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം തിരിച്ചായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ അവർ തമ്മിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഇത് ഭാര്യ ഭർത്താവ് എന്നുള്ളതല്ല, സുഹൃത്തുക്കളും അങ്ങനെയല്ലേ. ഒരു കുട്ടി സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ജോലിക്ക് ഒരു ഓഫീസിൽ പോകുന്നു, അവിടെ എല്ലാവരും തമ്മിൽ സുഹൃത്ത് ബന്ധം ഉണ്ടാവുന്നില്ല. അപ്പൊ സമാന സ്വഭാവങ്ങളുള്ളവർ തമ്മിൽ കൂട്ടിമുട്ടി അവർ ഒരുമിച്ച് സഞ്ചരിക്കും. വിപരീത സ്വഭാവങ്ങളുള്ളവർ അവരുടെ ആ ചേർച്ച അല്ലെങ്കിൽ ഒത്തുചേരൽ പരമാവധി പരസ്പരം ഒഴിവാക്കും. ഇത് തന്നെയാണ് ജീവിതം, അല്ലെങ്കിൽ ഇത് തന്നെയാണ് വിവാഹ ജീവിതം. ഓഫീസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചയ സമയം കണ്ടാൽ മതി, അല്ലെങ്കിൽ അവരുമായിട്ട് മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ല. പക്ഷെ ജീവിത പങ്കാളി അങ്ങനെയല്ല. നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നത് തൊട്ട് ആ ദിവസം അവസാനിക്കുന്നത് വരെയുള്ള സകല കാര്യങ്ങളും, മുന്നോട്ടുള്ള കാര്യങ്ങളും ഭാവി കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതും തീരുമാനിക്കുന്നതും എല്ലാം ഈ ജീവിത പങ്കാളിയോടൊപ്പമാണ്. അപ്പൊ അതിന് തനിക്ക് ഉതകുന്ന ഒരു ചേർച്ചയുള്ള ആളാണോ എന്നുള്ളതാണ് ഈ 10 പൊരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഷ്ടാനിഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരുമിച്ച് പോകുമ്പോൾ ഇവർക്ക് സന്തതി പരമ്പര ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലും കലഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ. വിപരീത സ്വഭാവമാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര യാത്രാപ്രിയനാണ്, ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, യാത്ര പോകുന്നതൊക്കെ ഭയങ്കര ട്രെൻഡാണ്. ഇപ്പോൾ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും നടന്നിട്ടാണെങ്കിലും യാത്രകൾ ആളുകൾ ഇപ്പോൾ വലിയ ട്രെൻഡ്. ഇത് യാത്ര ചെയ്യാതെ ഒരു ഒതുങ്ങിക്കൂടി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? അതുപോലെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആവാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അവർ റീൽ എടുക്കുന്നത് പോലെ ഇന്നത്തെ സാഹചര്യം ചേർത്ത് പറയാം. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതൊക്കെ വ്ളോഗ് എടുത്ത്, പക്ഷേ ഇതൊന്നും താല്പര്യമില്ല, എനിക്ക് ഫുഡ് കഴിച്ചാൽ മതി, എനിക്ക് അങ്ങനെ വീഡിയോ എടുത്ത് മറ്റുള്ളവരെ കാണിക്കുന്നത് ഇഷ്ടമല്ല എന്നൊരു പാർട്ട്ണർ ചിന്തിച്ച് അവിടെ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു വൈരുദ്ധ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസത്തെ സകലമാന കാര്യങ്ങളിലും ഈ വൈരുദ്ധ്യം വരുമ്പോൾ പിന്നീട് അവർ പിരിഞ്ജീവിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ആ വൈരുദ്ധ്യങ്ങളെ നമ്മൾ ഈ പൊരുത്തം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇവർ ചേരുമ്പോൾ ഉണ്ടാകുന്ന പൊരുത്തങ്ങളെയാണ് നമ്മൾ ഈ പൊരുത്തം. ഇതുകൊണ്ട് 10 പൊരുത്തം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ. ഞാൻ പറയുന്ന നേരത്തെ പറഞ്ഞ ജ്യോതിഷ ചിന്ത അതല്ല. ഈ 10 പൊരുത്തങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇവർ തമ്മിൽ പൊരുത്തം ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷെ മുന്നോട്ട് വരാനിരിക്കുന്ന കാലം അപകടമാണെങ്കിലോ. ഇപ്പൊ 2 വ്യക്തികൾ തമ്മിൽ പൊരുത്തമുണ്ട് എന്ന് വെച്ചാൽ മറ്റ് കഷ്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് ജീവിച്ചാൽ നന്നാവും എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ മറ്റ് കഷ്ടങ്ങൾ ഉണ്ടെങ്കിലോ, ഉദാഹരണം കല്യാണം കഴിഞ്ഞ് അടുത്ത 1-2 വർഷത്തിൽ ഈ പിന്നെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഞാൻ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും ഒരു ദശാകാലം വരികയെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അവർക്ക് സന്തതികൾ ഉണ്ടാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ പിന്നെ എന്താ സാമ്പത്തികമായിട്ട് അതീവ കഷ്ടം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കേസ് പോലെയുള്ള വഴക്കുകൾ പോലെയുള്ള കോടതി വ്യവഹാരങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതിലെല്ലാം ഇവർ ഈ പങ്കാളി പിന്നെ കൂടി അതിൽ ചേരേണ്ടി വരില്ലേ, അനുഭവിക്കേണ്ടി വരില്ലേ? അതാണ് നമ്മൾ പറയുന്നത്. എന്നാൽ പൊരുത്തമുണ്ട്, പക്ഷെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ കഷ്ടത്തിൽ, ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ, അല്ലെങ്കിൽ ആ കടബാധ്യതയിൽ, അല്ലെങ്കിൽ ആ കേസിലൊക്കെ ഈ പങ്കാളിയും കൂടി ചേരേണ്ടി വരും. അദ്ദേഹത്തിന് ജാതകവശാൽ അതിന് യോഗം ഇല്ലെങ്കിൽ കൂടിയും. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 10 പൊരുത്തങ്ങളെ കുറിച്ചല്ല പറയണം ഇവിടെ. ഞാൻ പറഞ്ഞത് 10 പൊരുത്തങ്ങളെ കുറിച്ചല്ല. പൊരുത്തം എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ ഇവർ തമ്മിൽ ചേരുമോ എന്നുള്ളതാണ് ചേരുന്നത്. ഇപ്പോൾ പൊരുത്തം, ഇപ്പം നമ്മൾ പറയില്ലേ, തീർത്ഥയാത്ര പോകുന്നവരൊക്കെ ഒരുമിച്ച് ഒരു വാഹനത്തിൽ തീർത്ഥയാത്രയ്ക്കാണ് പോകുന്നത്. വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നവരാണെങ്കിൽ, ടൂർ പോകുന്നവരാണെങ്കിൽ വേറെ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അവനവൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആളുകൾ ഒത്തുകൂടും.
ആ വിരുദ്ധ താല്പര്യം. ഇപ്പോൾ ഒരു സ്പിരിച്വൽ അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു തീർത്ഥയാത്ര പോകാൻ മനസ്സ് വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ പാർട്ട്നേഴ്സ് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അതിനെയാണ് ഈ പൊരുത്തം കൊണ്ട് നോക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല, ജീവിതം മുന്നോട്ട് പോകുമ്പോഴുള്ള കാര്യം പറയണം. അപ്പോൾ നമുക്ക് തോന്നും അദ്ദേഹത്തിന് ജീവിക്കാൻ അവകാശമില്ലെന്ന് തോന്നും. ഇപ്പം ഇതിൽ ഒരു പാർട്ട്ണർക്ക് കഷ്ടം വരാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അയാളുടെ കൂടെ ജീവിക്കാതെ പിന്മാറുക എന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചോദിച്ചുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിവാഹം, ഒരു പത്നിയെ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇദ്ദേഹത്തിന് ഒരു ഭർത്താവിനെ സ്വന്തമാക്കാനോ യോഗ്യതയില്ലെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പാർട്ട്ണറെ തിരഞ്ഞെടുക്കണം. ചില യോഗങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ മൈനസും ചേരുമ്പോൾ പ്ലസ് എന്ന് പറഞ്ഞ പോലെ ഈ വിപരീത ഫലങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ചിലപ്പോൾ അത് അനുകൂല ഫലമായിട്ട് മാറുന്നു കണ്ടിട്ടുണ്ട്. അതാണ് പ്രശ്നം. മനസ്സിലായോ? അപ്പോൾ ഈ വിപരീത ഫലങ്ങളുള്ള ആൾക്ക് അപ്പോൾ അതിന് ചേരുന്ന ഒരു ജാതകൻ അല്ലെങ്കിൽ ജാതകയുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടുന്ന കഷ്ടങ്ങൾ കുറഞ്ഞും കിട്ടും, മറ്റേ ആളുടെയും കഷ്ടങ്ങൾ കുറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും. അപ്പൊ എന്തിനാണ് ഈ വിവാഹത്തിന് യഥാർത്ഥത്തിൽ ഈ ജാതകം പരിശോധിക്കുന്നത്? എന്തിനാ ജാതകം പരിശോധിക്കുന്നത്? ഇതറിയാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഇത് മുന്നോട്ട് ഇവരെ എങ്ങനെ ജീവിക്കാൻ സാധ്യത, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യവും നമ്മൾ വേണോ വേണ്ടേ എന്നുള്ള രണ്ട് ഓപ്ഷൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പരിശോധിക്കുന്നത്, വേറെ ഒന്നുമല്ല. ആദ്യഘട്ടത്തിൽ ഇപ്പം നമ്മൾ യാത്ര, ഇപ്പം അവിടെ പോയാൽ നല്ലതാണോ, ഇപ്പം നമ്മൾ ഒരു യാത്ര പോകുകയാണെങ്കിൽ പോലും എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കും? അവിടെ ഇന്ന സൗകര്യങ്ങളുണ്ടോ, റോഡ് നല്ലതാണോ, അല്ലെങ്കിൽ അവിടെ കിട്ടാവുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് ചേർന്ന സ്ഥലമാണോ, അല്ലേ? അപ്പം നമ്മൾ ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് ഒരു യാത്ര പോലും പോകുന്നത്. അപ്പോൾ ഒരു ജീവിതയാത്രയിൽ ഒരാളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേറെ കാര്യങ്ങൾ ആലോചിക്കണമല്ലോ, പല കാര്യങ്ങളും ചിന്തിക്കണമല്ലോ. അപ്പോൾ അത് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോൾ വിവാഹത്തിന് മുമ്പ് ഇത് എങ്ങനെ അറിയാൻ പറ്റും? അറിയില്ലല്ലോ. അപ്പം ജീവിച്ച് അനുഭവം കൊണ്ട് അറിയുമ്പോഴത്തേക്കും അത് വീടായി, ബന്ധങ്ങളായി, കുടുംബമായി, സമൂഹമായി, പിന്നെ ഒരു വിവാഹം നടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വേർപെട്ട് മാറാൻ വേണ്ടിയിട്ട്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അടുപ്പങ്ങൾ വന്നു, അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കുട്ടികളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കൂടി പ്രശ്നമാവും. അതിനൊന്നും മെനക്കെടണ്ട. അപ്പം അതിന് മുമ്പ് അവനവന് ചേരാത്തതാണെന്ന് കണ്ട് സ്വയം തിരിച്ചറിഞ്ഞ് പിന്മാറുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അയാൾക്കൊരു മറ്റൊരു ഇണ ഉണ്ടാവും, അദ്ദേഹത്തിന് ചേർന്നത്, അത് അദ്ദേഹത്തിന് കിട്ടും. അവനവന് മറ്റൊരു ഇണയുണ്ടാവും, അത് കിട്ടും. അപ്പോൾ അത് ഇത് തമ്മിൽ ചേരുമോ ചേരില്ലയോ എന്നുള്ളത് സ്വയം തീരുമാനിക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നുള്ള ഒരാൾ തീരുമാനിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഈ ഓപ്ഷൻ വേണ്ടവർക്ക് തിരഞ്ഞെടുത്താൽ മതി. ഇതെല്ലാവരും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് അനാവശ്യമായ കഷ്ടങ്ങളൊന്നും പോകാൻ വയ്യ, എൻ്റെ ജാതകത്തിൽ നല്ലതാണെങ്കിൽ എനിക്ക് ആ നല്ലത് കിട്ടിയേ തീരൂ. അദ്ദേഹത്തിന് മോശമുണ്ടെന്ന് വെച്ചാൽ അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അനാവശ്യമായ പ്രശ്നങ്ങളൊന്നും ചെന്ന് ചാടാൻ ഇഷ്ടമല്ല എങ്കിൽ അദ്ദേഹത്തിന് പിന്മാറാം. ഇയാളെ കല്യാണം കഴിക്കണ്ട എന്നാ പറയണം. ഇനിയിപ്പോൾ എന്ത് കഷ്ടം വന്നാൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കും, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. ഇനിയിപ്പോൾ എന്ത് തന്നെ വന്നാലും ഞങ്ങളത് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുമെന്ന ഒരാൾ തീരുമാനിച്ചാൽ ഇതിനൊന്നും പ്രസക്തിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒരു വീരനെ സംബന്ധിച്ചിടത്തോളം ജാതകമൊന്നും പ്രശ്നമല്ല, ഭീരുവിനെ സംബന്ധിച്ചിടത്തോളമാണ് ജാതകം പ്രശ്നം. അത് സത്യമാണ്. കാരണം വീരൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം, ജാതകമല്ല പ്രശ്നമല്ല, ഇനി ജോലി പോയോ ആയിക്കോട്ടെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വേറെ മറ്റെന്തെങ്കിലും വഴിക്ക് ജീവിച്ചോളാം, അല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്നൊരാൾ വീരത്വത്തോടു കൂടി പറഞ്ഞാൽ ഇതൊന്നും പ്രസക്തിയില്ല, ഇത് അപ്രസക്തമായി പോകും. എന്നാൽ ഉൾഭയമുണ്ട്, അയ്യോ ഇനിയിപ്പോൾ ഞാൻ ഇത്രയും പഠിച്ചു, കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് പഠിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, എൻ്റെ സ്വപ്നങ്ങളൊക്കെ വളരെ വലുതാണ് എന്നുള്ളവർക്ക് ആ ഭയം ഉണ്ടല്ലോ. ഈ സ്വപ്നങ്ങളൊരു ഭയമാണ് സത്യത്തിൽ. സ്വപ്നങ്ങൾ കൂടുന്നവർ ഭയം കൂടും മനുഷ്യന്. കാരണം സ്വപ്നങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നമ്മുടെ ഓട്ടങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തെങ്കിലും വന്നു കഴിയുമ്പോ പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ എന്തെങ്കിലും ഇതിൽ സംഭവിക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ നമ്മൾ വിചാരിക്കണം ഇത് ചേരാത്തത് കൊണ്ടാണോ ഇങ്ങനെ വന്നത്. അത് അങ്ങനെ ഒരു മറിച്ച് ചിന്ത അവിടെ പാടില്ല. അതിന് ആ ഓപ്ഷനാണ് ഈ ആദ്യം കൊടുക്കുന്നത്. ഒന്നുകിൽ നോക്കി ചെയ്യുക, ഇല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണുക. ഞാൻ നോക്കി ചെയ്യൂല, വരുന്ന കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കാനും വയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല, അത് ശരിയല്ല. ഒന്നുകിൽ മഴയുണ്ടെന്ന് വെച്ചിട്ട് പുറത്ത് പോകാതിരിക്കുക, ഇല്ലെങ്കിൽ ഒരു കുടയും കൊണ്ട് പോവാം, ഇല്ലെങ്കിൽ ഞാൻ നനഞ്ഞാലും കുഴപ്പമില്ല ഞാൻ പോകുന്ന വെച്ച് പോവാം. ഈ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ 3 വേണ്ടത് ഒരു മനുഷ്യന് തീരുമാനിക്കാം, സമസ്ത മേഖലകളിലും തീരുമാനിക്കാം. ഇതിപ്പോൾ വിവാഹത്തിന്റെ കേസല്ല, പഠിക്കുന്ന കാര്യത്തിൽ തീരുമാനിക്കാം. അപ്പോൾ ഒരാൾ പറയണം ഞാൻ ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കാം, നീ ആ കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ലാണ്ട് നിങ്ങൾക്ക് കരിയർ ഒന്നും ഗുണപ്പെടാൻ സാധ്യതയില്ല എന്നൊരാൾ ഈ വീരൻ പറയണം, എന്താണെങ്കിലും ശരി ഞാൻ അത് പഠിക്കാൻ പോകും, അത് വെച്ച് നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉപദേശത്തിന് അവിടെ പ്രസക്തിയില്ല. എന്ന് മറിച്ച് അവൻ ചിന്തിക്കണം, അയ്യോ അങ്ങനെയാണോ, എന്നാൽ ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ എന്ന് പറയുന്നിടത്താണ് ഇനി റിസർച്ച് വേണ്ടു. അപ്പോൾ ആ ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ വരുമ്പരായികളെ കുറിച്ചൊക്കെ ഒന്നുകൂടി റിസർച്ച് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അയ്യോ അങ്ങനെയാണോ, എന്നാൽ ശരി ഞാൻ ആ കോഴ്സ് പഠിക്കുന്നില്ല, ഞാൻ വേറെ പഠിച്ചോളാം. ഈ 3 ഓപ്ഷൻ, ഒന്നുകിൽ അത് ഉപേക്ഷിക്കുക, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് വരമ്പരായികളും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അതിനെ സ്വീകരിക്കുക. ഈ ഒരു 3 ഓപ്ഷനാണ് ഏത് വിഷയത്തിലും ഒരു മനുഷ്യന് എടുക്കാനുള്ളൂ, ഇതിനപ്പുറത്തില്ല. ചിന്തിച്ചു നോക്കിയേ, ഈ വിവാഹം എന്നുള്ള കാര്യത്തിലല്ല, ഏത് കാര്യത്തിലും അത്രയേ ഉള്ളൂ. ഒന്നുകിൽ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ സൂക്ഷിച്ച് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. അങ്ങനെ അതൊരു 3 ഓപ്ഷനുള്ളൂ. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു ശാസ്ത്രമായിട്ടാണ് നമ്മൾ ജ്യോതിഷത്തിനെ
കണ്ടിട്ടുള്ളത്. അത് അനേക വർഷങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവം, നമുക്ക് അനുഭവങ്ങളില്ലാത്ത കാര്യങ്ങളല്ല, ആളുകൾക്ക് അനുഭവങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ആളുകൾക്ക് സംശയം, എന്താ പറയാ, മുന്നോട്ട് നമുക്ക് പറയാം, ചോദ്യങ്ങൾ ഉണ്ടാവും. ആയിക്കോട്ടെ, അതാണ് അതിന്റെ കാര്യം. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ എതിർക്കാൻ കാരണം എന്താ? അതെ അതാ ഞാൻ പറയാൻ കാരണം. എതിർക്കാൻ കാരണം എന്ന് വെച്ചാൽ അനുഭവം ഇല്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം. നമ്മൾ പറയില്ലേ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ പേടിക്കുന്നു പറയുന്നത് അനുഭവത്തിൽ ഇല്ലാഞ്ഞിട്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ജ്യോതിഷം നമുക്ക് അനുഭവങ്ങൾ മോശമാവാം. ഒന്ന്, നമ്മൾ സമീപിച്ച വ്യക്തിയുടെ അറിവ്, നമ്മൾ ഒരു ആചാര്യനെ സമീപിച്ചാൽ അദ്ദേഹത്തിന്റെ അറിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക വീക്ഷണകോണ്. അതായത് ഈ ഒരു ശാസ്ത്രം ഒന്നാണെങ്കിലും പലരുടെയും പല രീതിയിലാണ് ഇതിനെ സമീപിക്കുക. ഒരു മീറ്റർ അല്ല അതിന്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ പോലെ തന്നെ ഈ അവരെല്ലാവരും ഒരുപോലെ MBBS പഠിക്കുന്നെങ്കിലും അതിന്റെ ബാക്കി തുടർ പഠനം ചെയ്യുമെങ്കിലും ഓരോരുത്തരുടെയും ചികിത്സാ രീതി വ്യത്യാസമായിരിക്കും. അതാണ് ചില ആളുകളെ, ചില ഡോക്ടേഴ്സിനെ ചില ആളുകൾക്ക് ബോധിക്കുന്നതും ചിലരെ ബോധിക്കാത്തതും. അപ്പോൾ ഇതൊരു ശാസ്ത്രമാണ്. ഇത് ഇന്ന പോലെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളൊരു പൊതുബോധമാണ് നമുക്ക് തരുന്നത്. അത് വെച്ചൊരു വ്യക്തി യുക്തി കൊണ്ടും അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ടും വേണം. ഈ എന്തിനാ ഈ MBBS കഴിഞ്ഞിട്ടും ബാക്കി ഏത് പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാലും കുറച്ച് നാൾ ഇത് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഓരോ ഇത് ഹൗസ് സർജൻസിക്ക് ചെയ്യുന്നില്ലേ, എന്തിനാ അത് പഠിച്ചാൽ പോരെന്നാ. പിന്നെ അപ്പൊ അനുഭവജ്ഞാനം ആവശ്യമാണ്. അനുഭവജ്ഞാനം ആവശ്യമായതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്, ഇല്ലേ? ഇപ്പൊ കുട്ടികളൊക്കെ ഇവരൊക്കെ നിൽക്കുന്നില്ലേ പിന്നെ ഈ ഇതിന് വേണ്ടിയിട്ട്, എന്താ പറയാ, അപ്രന്റീസ് ഇതായിട്ട്. അപ്പോൾ അത് അനുഭവം കണ്ടു പഠിക്കുക. അവരവിടെ കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളെ അനുഭവിച്ച് നേരിട്ട് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ അനുഭവജ്ഞാനം ഇല്ലാത്തൊരു വ്യക്തി പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ മാർഗനിർദ്ദേശം കൊടുത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് ശരിയാവാതെ പോയിട്ടുണ്ടാവും. അവിടെ ആചാര്യന്റെ തെറ്റാണ്. ആചാര്യൻ എന്ന് വെച്ചാൽ ആ ഒരു ജ്യോതിഷ പണ്ഡിത കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുടെ തെറ്റ്. ഈ രണ്ടാമതൊരു തെറ്റുണ്ട്. അവനവൻ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ കൊടുക്കുന്ന ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഡാറ്റ, നമ്മളുടെ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, ദിവസം, അല്ലെങ്കിൽ പിന്നെ ജനിച്ച സ്ഥലം, ഇതെല്ലാം കൊണ്ടും ഈ ബാക്കി എല്ലാ കാര്യങ്ങളും വ്യത്യാസപ്പെട്ടേക്കാം. ഒരു 2 മിനിറ്റ് വ്യത്യാസം വന്നാൽ ലഗ്നമൊക്കെ മാറും. അപ്പോൾ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ 12 ഭാവങ്ങളെ ചിന്തിക്കുന്നത്. അപ്പോൾ ലഗ്നം മാറിയ 12 ഭാവം മാറും. നമ്മൾ തല വളഞ്ഞാൽ വാലും വളയും. അപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചായിരിക്കും. അപ്പോൾ സാധാരണ ഇപ്പോൾ ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളുകൾ അടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭ്രാന്തമായിട്ട് അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് അനുഭവങ്ങൾ അവർക്ക് ഇങ്ങനെയാ അങ്ങനെയാന്നുള്ളത് പറയാതെ അവരുടെ അനുഭവവും ഈ പറയുന്ന കാര്യം മാച്ച് ആവുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. ഒട്ടും മാച്ച് ആവുന്നില്ലെങ്കിൽ ഈ സമയമോ അല്ലെങ്കിൽ ഡേറ്റോ ഒക്കെ എന്തെങ്കിലും തെറ്റുണ്ടാവും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ചിട്ടൊരു 30% മുതൽ 40% വരെ ആളുകളുടെ ജാതകം തെറ്റാണ്. ഒന്നുകിൽ പണ്ട് എഴുതി കൊടുത്ത ഗ്രഹനില അതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ ഈ സെക്കൻഡ് കുറച്ച് സമയം മതി. അപ്പൊ പണ്ടൊക്കെ വീട്ടിലൊക്കെയാണ് പ്രസവം നടക്കുക. അപ്പൊ ആ പ്രസവിച്ച് കഴിഞ്ഞ് അപ്പോൾ അത് ആ കൃത്യമായ സമയമൊന്നും നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. ഹോസ്പിറ്റലിലാണെങ്കിലും അപ്പൊ അവിടെ അവർ കൃത്യസമയം നോട്ട് ചെയ്തോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. പിന്നെ ഇത് പറഞ്ഞു കേട്ട് മാറിയോന്ന് അറിയില്ല. അപ്പോൾ ഒരാൾ അവരോട് പറഞ്ഞു, അപ്പുറത്തെ ചേച്ചി വെറുതെ ഒരു കാര്യം, ഒരു വാചകം ഒരു 20 പേരോട് ചെവി പറഞ്ഞു നോക്കി, 20ാമത്തെ ആളുടെ ചെവിയിൽ അത് എത്തുമ്പോഴത്തേക്ക് അത് വേറെ എന്തെങ്കിലും ഒരു വാചകമായി മാറിയിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ അങ്ങനത്തെ ഗെയിം കളിക്കും. അപ്പോൾ ഇത് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ഇത് നിങ്ങളുടെ ജാതകം അല്ല, ഇതിൽ എന്തോ തെറ്റുണ്ട്, ഈ പറയുന്ന ഗ്രഹനില നിങ്ങളുടെ അല്ല, അത് ഒന്നുകൂടി അന്വേഷിക്കുമെന്ന് പറയാനുള്ള ധൈര്യവും ബോധവും ഈ കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് വേണം. ഞാൻ അങ്ങനെ പറയാറുണ്ട്. വർഷമൊക്കെ മാറിയ ആൾക്കാരുണ്ട്, ദിവസമല്ല വർഷമേ മാറിയ ആളുകളുണ്ട്. അതൊക്കെ പിന്നെ ഒരു കാര്യം, പണ്ടൊക്കെ ജാതകം ആദ്യമേ എഴുതിക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കൊന്നുമില്ല. ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിന് 10-16 വയസ്സാകുമ്പോഴൊക്കെ ആയിരിക്കും ഇദ്ദേഹത്തിന് ഈ ജാതകത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാവും. അപ്പോഴാണ് വീട്ടിലുള്ളവർ ചോദിക്കുക, എൻ്റെ സമയം എന്നായിരുന്നു, ഞാൻ എപ്പോഴാണ് ജനിച്ചതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അത് നീ ജനിച്ചത് ഇന്ന മറ്റേ ഉത്സവത്തിൻ്റെ അന്ന് തലേന്നായിരുന്നു, എപ്പോഴാണ് ജനിച്ചത്, അത് ഏകദേശം ആ കൊടിയേറ്റൊക്കെ കഴിഞ്ഞ ആ സമയത്താണ്. അപ്പോൾ അത് 8 ആവും 8 ആവും 9 ആവും അറിയില്ല. അപ്പോൾ ലഗ്നം മാറും. അപ്പോൾ ധനു ലഗ്നാണെങ്കിൽ അപ്പോഴത്തേക്കും അത് മകര ലഗ്നമായി മാറിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പുറത്തെ വൃശ്ചിക ലഗ്നം. അപ്പോൾ ലഗ്നം മാറുമ്പോൾ എല്ലാം മാറും, സകലതും മാറും. എന്നിട്ട് ഇത് എൻ്റെ ജാതകം ശരിയായില്ല, ഞാൻ തന്നത് പിന്നെ പറഞ്ഞത് കറക്റ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. അപ്പോൾ പിന്നെ അവിടെയാണ് ഈ പ്രശ്നചിന്തയുടെ ഒക്കെ പ്രാധാന്യം. ഞാൻ പറഞ്ഞല്ലോ, ഗ്രഹനില ശരിയല്ലെങ്കിൽ പിന്നെ ഒരു മാർഗ്ഗം പ്രശ്നചിന്തയുള്ളൂ. അപ്പോഴത്തെ ഭാഗ്യങ്ങളെയും അപ്പോഴത്തെ അവസ്ഥകളെയും നമ്മൾ പ്രശ്നചിന്ത കൊണ്ട് പരിശോധിച്ച് അറിയുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇപ്പോൾ എത്ര നല്ല ഡോക്ടറാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ഭാഗത്ത് ചീത്ത പേരും ഉണ്ടാവും. ഞങ്ങൾക്ക് അയാളെടുത്ത് പോയിട്ട് ശരിയല്ല എന്ന് ആൾക്കാർ പറയും. അപ്പോൾ പല കാരണങ്ങളും ഇപ്പോൾ രോഗിയാണെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം മരുന്ന് അല്ലെങ്കിൽ ചികിത്സ എഴുതുന്നത്. വലിയ കാര്യമല്ല ഞാൻ പറയുന്നത്. തലവേദനയാണെങ്കിൽ തലവേദന അതെന്താണെന്ന് അദ്ദേഹം ചിന്തിക്കും. അപ്പോൾ നമ്മളോട് അദ്ദേഹം ചോദിക്കും, ഇന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. ആ ലക്ഷണങ്ങൾ എത്ര കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ചികിത്സ ഫലിക്കും. നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് അങ്ങനെ നല്ല പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ ഫലിക്കാതെ വരും. അപ്പോൾ ഇത് ഒരാളുടെ മാന്ത്രിക ശക്തിയല്ല, നമ്മളും കൂടി അതിനു വേണ്ടി സഹകരിക്കണം. തിരിച്ചറിഞ്ഞ് ഈ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത് ഈ പോകുന്ന ആളുടെ ബാധ്യതയാണ്. അദ്ദേഹത്തിന് ഒരു പരിധി വരെ അത് കഴിഞ്ഞാൽ ബാധ്യതയൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരെ പരീക്ഷിക്കാൻ പോവാതെ അവർക്കത് തിരിച്ചറിയാൻ വേണ്ട വിവരങ്ങൾ നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കണം. അന്വേഷിച്ച് അല്ലാതെ അയാൾ ഞാനൊക്കെ എനിക്കെല്ലാം അറിയാം, അപ്പുറത്ത് ഞാനൊന്ന് ചോദിക്കട്ടെ, അയാൾ പറയണ്ടോ നോക്കട്ടെ, അങ്ങനെ പരീക്ഷിക്കാൻ പോയതുകൊണ്ട് ആർക്കും ഗുണമൊന്നുമില്ല.
മനസ്സിലായോ? അപ്പോൾ അത് ഒരു തിരിച്ചറിവോടുകൂടി ചെയ്യണം. അപ്പോൾ അതാണ് ഈ അനുഭവം. ചില ആളുകൾക്ക് ഇതിൽ വിശ്വാസം. പിന്നെ ഈ ഇതിനെതിരെ പറയുന്ന ഭൂരിഭാഗം ആളുകൾക്ക് ഇത് എന്താ സംഭവം എന്ന് ഇതുവരെ അറിയില്ല. ഗ്രഹനില എന്ന് പറഞ്ഞ സംഭവമേ അറിയില്ല പലർക്കും. അത് എനിക്ക് തന്നെ വ്യക്തിപരമായിട്ട് പല ആളുകളും പറയുമ്പോൾ നമുക്കറിയാലോ. എൻ്റെ ജാതകം പരിശോധിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഗ്രഹനില പരിശോധിക്കാമെന്നില്ല, രാശി നോക്കുമോ എന്നൊക്കെ ചോദിക്കും. ഒറ്റ വരി അതെന്താ രാശി, അപ്പോൾ എന്താ കാര്യം, അതെനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ എങ്ങനെ അറിയണേ? നമുക്ക് ആദ്യം, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എല്ലാവരോടും ഒരിക്കൽ കൂടി പറയാം, പ്രശ്നചിന്ത എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇത് എപ്പോഴും പോയി ചെയ്യേണ്ട കാര്യമല്ല. ഗ്രഹനില പരിശോധിച്ചിട്ട് ഗ്രഹനിലയിലുള്ള അനുഭവവും ഒന്നുകൂടി പറയും, ഇത് പറഞ്ഞ കേട്ടോ പല പ്രാവശ്യം, ഒന്നുകൂടി പറയുന്നു, ഗ്രഹനില പ്രകാരമുള്ള കാര്യങ്ങളും ഈ ജാതകന്റെ അനുഭവം തമ്മിൽ ഒരു വിധത്തിലും ചേർച്ച ഇല്ലാതെ വരുമ്പോൾ, ചേർച്ചക്കുറവ് വരുമ്പോൾ അതിന്റെ ബാഹ്യമായ കാരണം അന്വേഷിക്കാനാണ് നമ്മൾ ഈ പ്രശ്നചിന്ത ചെയ്യുന്നത്. ഇപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇത് എൻ്റെ ഗ്രഹനില ഒന്ന് പരിശോധിക്കണം. അപ്പോൾ ഈ ഗ്രഹനില ഞാൻ പരിശോധിക്കുന്നു, എന്നിട്ട് ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ എന്നൊക്കെയാണോ, ഇന്ന പോലെയൊക്കെ ഉണ്ടായോ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണോ, ശാരീരികമായിട്ടും ബാക്കി ബാഹ്യമായ അവസ്ഥകളും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അതെ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, അതിൻ്റെ പ്രശ്നം നമുക്ക് കണ്ടുപിടിച്ച് പരിഹരിച്ചാൽ മതി. പക്ഷേ ചേച്ചി പറയുന്നത് അല്ല, എനിക്ക് ഇങ്ങനെയൊന്നും അല്ല, ഇന്നെ പോലെ അല്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അപ്പോൾ അതിന് ബാഹ്യമായ എന്തോ ഒരു കാരണമുണ്ട്. കാരണം ഗ്രഹനില എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പോൾ ഉള്ള ആ പ്ലാനറ്ററി പൊസിഷനാണ്. നമ്മൾ ജനിക്കുമ്പോഴുള്ള ഗ്രഹങ്ങളുടെ സ്ക്രീൻഷോട്ടാണിത്. മനസ്സിലായോ? അത് പ്രകാരമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരാൾ 30 വർഷം വരെ 40 വർഷം വരെ ജീവിച്ച കാലയളവിനുള്ളിൽ മറ്റ് പല ബാഹ്യ ഘടകങ്ങളും അയാളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ശത്രുതകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ഇതൊന്നും ഈ ഗ്രഹനിലയായിട്ട് ബന്ധപ്പെട്ടല്ല. അപ്പൊ നമ്മൾ ഗ്രഹനില പരിശോധിക്കുന്നത് മറ്റൊരു പ്രശ്നത്തിലും പെടാതെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും അനുഭവം എന്നാണ് ഗ്രഹനില കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അയാൾ ചിലപ്പോൾ വേറെ ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും മോശം ഒരു ഇതിൽ ചെന്ന് പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ദൈവകോപം വാങ്ങി, അല്ലെങ്കിൽ വല്ല ശാപം വാങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രായമുള്ള ആളെ ഉപദ്രവിച്ചു, അയാൾ ശപിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് എന്തെങ്കിലും അതുകൊണ്ടും അയാൾക്ക് വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഗ്രഹനിലയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ഗ്രഹനിലയാണ് ആദ്യം നോക്കേണ്ടതെന്ന് മാത്രം. അങ്ങനെയാണോ? ആദ്യം ഡോക്ടർ ലക്ഷണങ്ങളാണല്ലോ ചോദിക്കുക, എന്നിട്ടാണല്ലോ ടെസ്റ്റിനും മറ്റേനൊക്കെ എഴുതുക, പിന്നെയാണല്ലോ സ്കാനിങ്ങിനൊക്കെ. അപ്പോൾ അങ്ങനെ ഇത് ഡീപ്പായിട്ട് പരിശോധിക്കണം. അപ്പോൾ തൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയണമെന്ന് ഒരാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നിടത്താണ് ഇതിൻ്റെ വിജയം. അല്ലാതെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അയാൾ പറയുന്നത് തെറ്റിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ അത് അയാൾക്ക് നഷ്ടം, അയാളുടെ സമയം നഷ്ടം. ഇയാൾക്കൊന്നും സംഭവിക്കാനില്ല. അയാൾക്ക് കുറച്ച് സമയം നഷ്ടപ്പെടും, കൊടുത്ത ദക്ഷിണ വെറുതെ ആവുന്നു മാത്രം. അപ്പോൾ അതാണ് പറയുന്നത്, ഇതൊരു സഹകരണമാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ, ആവശ്യക്കാരനും സഹകരിക്കണം, ഇത് പറഞ്ഞ് സഹായിക്കുന്നവനും സഹകരിക്കണം. ഇത് രണ്ടുപേരും സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ഇപ്പോൾ എന്തെങ്കിലും പറയുന്ന തെറ്റിയെങ്കിൽ, ഇപ്പോൾ ഇത് ഇങ്ങനെ എൻ്റെ അനുഭവം ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ് ഇന്നെ പോലെ എന്ന് പറയുമ്പോൾ എനിക്ക് ആണോ ഓക്കെ, അപ്പം എന്നാൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അദ്ദേഹം അത് പറഞ്ഞ് അത് എത്തുന്നവരെ നമ്മൾ തേടണം. കിണർ കുഴിക്കുന്ന വെള്ളം കാണുന്നവരെ കുഴിക്കണം. കുറേ അവിടെ ഇവിടെയൊക്കെ മാന്തി കുഴിച്ചിട്ട് ഇവിടെ ഒന്നും വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഹോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. വെള്ളം കാണണമെങ്കിൽ ഒരു ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് നമ്മൾ തേടി കുഴിച്ചുകൊണ്ട് പോകണം. ചെതറിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ഒന്നി തന്നെ ഡീപ്പായിട്ട് അന്വേഷിക്കുമ്പോഴാണ്. അപ്പോൾ അന്വേഷിക്കാത്ത ആളുകളാണ് ഈ എതിർക്കുന്ന വിഭാഗം. പിന്നെ അതിനെക്കുറിച്ച് അറിയണ്ടാവില്ലായിരിക്കും. അത് തെറ്റല്ല. അപ്പോൾ ആളുകൾ കാണുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരാൾ വരുന്നു, ഒരു കള്ളസ്വാമി ഇരിക്കുന്നു, എന്നിട്ട് നോക്കുന്നു, എന്നിട്ട് അയാളെ കണ്ണൊക്കെ ഇറുക്കി കാണിച്ച് പിന്നെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതും ഇതൊക്കെ നീക്കി. അത് തമാശയാണ്, അത് കോമഡിയാണ്. നിങ്ങൾ അതാണ് ജ്യോതിഷം തെറ്റിദ്ധരിക്കരുത്. ജ്യോതിഷത്തിലെ എത്രയോ കാര്യങ്ങളിൽ പെട്ട ഒരു ചെറിയ കാര്യം മാത്രമാണ് പ്രശ്നചിന്ത. മനസ്സിലായോ? ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരാൾ ചെല്ലുമ്പോൾ അവിടെ നീക്കുന്നതല്ല. അതൊരു ബൃഹത്തായ ശാസ്ത്രമാണ്. അതൊരു വേദജന്യമായ ശാസ്ത്രമാണ്. വേദജന്യമായ, നിങ്ങൾ ആയുർവേദത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, അത് വേദജന്യമാണ്. സംഗീതം വേദജന്യമാണ്. പിന്നെ ഇന്നത്തെ എന്താ പറയുക, ബാക്കിയുള്ള എല്ലാ ശാസ്ത്രങ്ങളും, പൂജാവിധികൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ പിന്നെ എല്ലാം ഇപ്പോൾ വേദജന്യമായ ഋഷിപ്രോക്തമായ ശാസ്ത്രങ്ങളെ വിശ്വസിക്കുമ്പോൾ ഇതും വിശ്വസിക്കണം, ഇല്ലെങ്കിൽ അതും വിശ്വസിക്കാൻ പാടില്ല. പിന്നെ ക്ഷേത്രത്തിൽ പോലും പോകണ്ട, കാരണം ഇത് പ്രകാരമുള്ള കാര്യങ്ങളാണ് അവിടെ നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ ഋഷിമാർ ചെയ്തതും വേദങ്ങളിൽ പറയുന്നതും ചിലതൊക്കെ ശരി ചിലതൊക്കെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതും വിശ്വസിക്കാതെ തരമില്ല. നമ്മൾ പോയ സ്ഥലം ശരിയായില്ല, മനസ്സിലായോ? നമ്മൾ എത്തിപ്പെട്ടത് അങ്ങനെ, അത് നമ്മുടെ യോഗം, അത് നമ്മുടെ മോശം സമയം. ഇല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ ഈ ഡോക്ടേഴ്സിൻ്റെ ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവാനാണ് പറയുന്നത്. ഒരാളെ കണ്ടു, ഡോക്ടറെ കണ്ടു, അയാൾ അസുഖം മാറി, അയാൾ വീട്ടിൽ പോയി, അയാൾ കാര്യങ്ങളൊക്കെ ശരിയായി. ചിലപ്പോൾ കുറേ അനേക കാലം ചികിത്സിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ ഡോക്ടറെ മാറ്റി വേറെ ഡോക്ടറെ ചിന്തിക്കേണ്ടി വരും. നമ്മുടെ ഉദ്ദേശം എന്താ? ഡോക്ടറെ കാണലല്ല, അസുഖം മാറലാണ്. അതിന് വേണ്ടുന്ന സകല കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. അതിപ്പോൾ ഡോക്ടറെ മാറ്റിയാലും ശരി, ആശുപത്രി മാറ്റിയാലും ശരി, പിന്നെ ടെസ്റ്റുകൾ ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി, നമ്മുടെ ഉദ്ദേശം പ്രശ്നം പരിഹരിക്കുക, അസുഖം മാറുക എന്നുള്ളതാണ്. അത് പരിഹരിക്കുന്നവരെ നമ്മൾ ശ്രമിക്കണം. അത് ശ്രമിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയി സ്വയം അനുഭവിച്ചവരാണ് ഈ പറയുന്നവർ. ലക്ഷ്യപ്രാപ്തിയിലെത്തിയില്ല അവർ. എന്ന് വെച്ചാൽ ഈ അവനവൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഉള്ള ഒരു യാത്രയിൽ ആ ലക്ഷ്യപ്രാപ്തിയിലെത്താതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച്, അത് പാതി വഴിയിലിട്ടിട്ട് സ്വയം കഷ്ടപ്പാട് അനുഭവിച്ചു. അദ്ദേഹം ആ വഴിയിൽ എത്തിയിരുന്നെങ്കിൽ അയാൾക്ക് കുറച്ച് അതിൽ ആശ്വാസം ഉണ്ടായിരുന്നു. അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു. അപ്പോൾ അനുഭവിച്ചതിൻ്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, അതാണ് ഇവർ പറയണേ, ഞാനൊക്കെ പല കാര്യങ്ങളും നോക്കിയത്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാൽ അവനെ ഉപദേശിക്കുന്നത്. എന്നാൽ ഗുണമുള്ളവൻ തിരിച്ചാൽ ഉപദേശിക്കുക, നീ ഒരു കാര്യം, ഇങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കണ്ടോ, നിങ്ങൾക്ക് എന്തായാലും പരിഹാരം ഉണ്ടാവും. ഇത് ഇദ്ദേഹം ലക്ഷ്യപ്രാപ്തിയിലെത്തി, അദ്ദേഹത്തിൻ്റെ കഷ്ടം നീങ്ങി, അപ്പോൾ അയാളെ ഉപദേശിക്കാൻ അർഹതയുണ്ട്. ഇപ്പോൾ ഗൾഫിൽ പോയി,
അവിടെ നല്ല സമ്പാദിച്ചു അല്ലെങ്കിൽ നല്ല തൊഴിലവസരം കിട്ടിയൊക്കെ വിജയിച്ച വ്യക്തി പറഞ്ഞു കൊടുക്കും, നീ ഒരു കാര്യം ഇവിടെ നിന്ന് രക്ഷയില്ലെങ്കിൽ അങ്ങോട്ട് വാ, അവിടെ കുറച്ച് കഷ്ടപ്പെടേണ്ടതെന്നുള്ളൂ, കുറച്ച് നാൾ കഠിനാധ്വാനം ചെയ്താലും നിന്റെ ജീവിതം രക്ഷപ്പെടും, നിനക്ക് വീട് വെക്കാം, നിനക്ക് വിവാഹം കഴിക്കാം, നിന്റെ കുടുംബത്തിൽ ഈ നിലവിലുള്ള ദുരിതങ്ങളൊക്കെ നീങ്ങിക്കോളും, നീ കഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്ക് അവിടെ തൊഴിലുണ്ട് എന്ന് വിജയിച്ചവൻ പറയും. ഒരു കൊല്ലം പോയിട്ട് 6 മാസം പോയിട്ട് രക്ഷപ്പെടാതെ തിരിച്ചു വന്നവൻ എന്താ പറയുക, ഗൾഫിലൊന്നും പോകണ്ടാ, അവിടെയൊക്കെ മഹാബദ്ധാണ്, പണ്ടത്തെ പോലെയൊന്നുമല്ല, നീ അവിടെ പോയി എന്തായാലും തിരിച്ചു വരേണ്ടി വരും, എന്റെ അനുഭവം കണ്ടോ എന്ന് പറയും. അപ്പൊ ഇതെന്താ അർത്ഥം, ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയ വ്യക്തി അദ്ദേഹത്തിന് അതിന് പ്രകാരമുള്ള ഉപദേശം കൊടുത്തു, പാതി വഴിയിലിട്ട വ്യക്തി അത് പ്രകാരമുള്ള ഉപദേശം കൊടുത്തു. ഇത് സമസ്ത മേഖലകളിലുണ്ട്. അതാണ് ഈ ചില ആളുകൾ ജ്യോതിഷത്തിന് മാത്രമല്ലോ, ഇപ്പൊ ലയണൽ മെസ്സിനെ കുറ്റം പറഞ്ഞില്ല ആൾക്കാർ, അദ്ദേഹം എത്ര പ്രതിഭാശാലിയായ ഒരു സ്പോർട്സ്മാൻ ആണ് അല്ലെ, ഒരു കായിക പ്രതിഭയാണ് അദ്ദേഹം. ഒരു എന്താ പറയുക, അത്രയും ഒരു എന്താ പറയുക വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ട ഒരു ഈ അടുത്തിടെ കണ്ട മറ്റൊരു പ്രതിഭയില്ല സ്പോർട്സിൽ. പക്ഷെ ഒരു തോൽവി മതി ആളുകൾ അദ്ദേഹത്തെ വിമർശിച്ചു. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞവരില്ലേ ഇവിടെ. അതിനപ്പുറത്ത് മോഹൻലാൽ ഒരു ഇത്രയേറെ വേഷങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് കിട്ടാൻ ഇന്ത്യ മഹാരാജ്യത്തിന് അവാർഡില്ല, എങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സൃഷ്ടികളെ കാണാതെ, ചെയ്തു വെച്ചിരിക്കുന്ന കഴിവുകളെ കാണാതെ ഇപ്പൊ നിലവിലെ എന്തെങ്കിലും ഒരു 1-2 കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അയാളെ വിമർശിക്കുന്നവരില്ലേ. ഇത് ഒരു വിമർശനം, കേവല വിമർശനമാണ്, അവർക്കും അതുമായിട്ടൊരു ബന്ധമില്ലാത്തവരായിരിക്കും. അതാണ് ഈ ആളുകൾ ഇതിനെ വിമർശിക്കാനുള്ള കാരണം. ഇനിയിപ്പോ ഈ ജ്യോതിഷ ചിന്ത 100% ശരിയാവണമെന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ 100% ശരിയാവണമെന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന വിവരവും ചിന്തിക്കുന്ന വ്യക്തിയുടെ യുക്തിയും അറിവും എല്ലാം കൂടി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 100% യോജിക്കും. ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ കറക്റ്റ് ആവണം, ഈ വിവരങ്ങൾ നോക്കുന്ന വ്യക്തിയും കറക്റ്റ് ആവണം, അദ്ദേഹത്തിന് അതിൽ അറിവ് വേണം, അദ്ദേഹത്തിന് പിന്നെ കുറച്ച് മനഃശാസ്ത്രം വേണം, യുക്തി വേണം, കാര്യങ്ങളെ നിരൂപിച്ചെടുക്കാനുള്ള ശേഷി വേണം. ശാസ്ത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ തലവേദനയ്ക്ക് എത്ര കാരണങ്ങളുണ്ട് അല്ലെ, അനേകായിരം കാരണങ്ങൾ കൊണ്ട് തലവേദന വരാം. ഇദ്ദേഹത്തിനുള്ള തലവേദന വരാനുള്ള കാരണം എന്താണെന്ന് ഒരു ഡോക്ടർ തിരിച്ചറിയുന്നിടത്താണ് ചികിത്സ ഫലിക്കുന്നത്. ശരിയല്ലേ? ഇപ്പൊ ബ്രെയിൻ ട്യൂമർ കൊണ്ടും തലവേദന വരാം, കാഴ്ച പ്രശ്നം കൊണ്ടും വരാം, സൈനസൈറ്റിസ് വന്നാലും വരാം, മൈഗ്രെയിൻ കൊണ്ടും വരാം. അപ്പൊ അങ്ങനെ പല കാരണങ്ങളുണ്ട്. അനുഭവം എന്താണ്? തലവേദന. അപ്പൊ ഈ ആൾക്ക് യുക്തി വേണം, ഇദ്ദേഹം പഠിച്ച പഠിപ്പ് എന്താണ്, ഇത് എല്ലാ സുഖത്തിന്റെ ലക്ഷണം അയാൾ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്ന് ഇദ്ദേഹത്തിന് ഏതായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള ഒരു യുക്തി ഈ ഡോക്ടർ പ്രയോഗിക്കണ്ടേ? ഏത് ശാസ്ത്രം നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ, പ്രയോഗിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിവ് വേണം. അതുകൊണ്ടാണ് എല്ലാ മേഖലയിലും എല്ലാവർക്കും വിജയിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ MBBS എപ്പോഴും MBBS പറയുന്നത് അനുഭവം പെട്ടെന്ന് മനസ്സിലാവാൻ അതെന്നെ പറഞ്ഞാൽ മതിയല്ലോ. പഠിച്ച എല്ലാ ഡോക്ടേഴ്സും വിജയിക്കുന്നില്ലല്ലോ. അത് യുക്തി കുറവും യുക്തി കൂടുതലും ഉള്ളവർക്ക് തമ്മിൽ ഒരേ കഴിവാണെങ്കിൽ പോലും വ്യത്യാസം ഉണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. ദാമ്പത്യ പരാജയത്തിൽ ജ്യോതിഷത്തിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടാകുന്നു വിശദീകരിക്കാമോ? അതെ, ദാമ്പത്യ വിജയത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഇനി ദാമ്പത്യ പരാജയത്തിൽ പരാജയം ഇത് തെറ്റായി ചൂസ് ചെയ്യുന്നിടത്ത് തെറ്റിപ്പോകുന്നതാണ് ഒന്നാമത്തെ കാര്യം. പല കാരണങ്ങളുണ്ട്. ഒന്ന്, തെരഞ്ഞെടുക്കുമ്പോൾ തെറ്റുന്നത്. തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളൊരു ഷർട്ട്, ഒരു ഡ്രസ്സ് മേടിച്ചു, നമ്മൾ ആദ്യം അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊരു ധാരണ വേണം, നമുക്കിത് ചേരുന്നതാണോ, നിറം ചേരുന്നതാണോ, സൈസാണോ, എല്ലാം നമുക്ക് അത് ഫിറ്റ് ആൻഡ് സൈസ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണം. അതുപ്രകാരം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്കത് രണ്ടാമത് മാറ്റിയെടുക്കേണ്ട അവസരം ഉണ്ടാവില്ല. നമ്മളത് ബ്ലാങ്ക് ആയിട്ട് അശ്രദ്ധമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് കൊണ്ടുപോയി മാറ്റേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ജീവിതവും സകല മേഖലകളിലുള്ള കാര്യങ്ങൾ. നമ്മൾക്ക് ചേരുന്നതാണോ എന്ന് തിരഞ്ഞെടുക്കാത്തതിന്റെ പ്രശ്നമാണ് ഇത് പരാജയപ്പെടാനുള്ള പ്രധാന കാരണം. ഒന്ന്. രണ്ട്, ഇനിയിപ്പോൾ അത് തിരഞ്ഞെടുത്താൽ തന്നെയും മുന്നോട്ട് വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് ഈ സ്വരച്ചേർച്ചക്കുറവോ അപകടങ്ങളോ മറ്റ് നമ്മൾ ദാമ്പത്യ പരാജയം എന്ന് പറയുന്ന രണ്ടുപേരും ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴുള്ള പരാജയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത കേസുകളുണ്ട്, അതും കൂടി നമ്മൾ പരിഗണിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അപകടം പറ്റുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നതായിട്ടുള്ള ബന്ധങ്ങളോ അത് പരാജയത്തിന്റെ ഗണത്തിൽ തന്നെ നമ്മൾ പെടുത്തണം. കാരണം അത് അല്ലാതെ പെടുത്താൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുമിച്ച് ഒരു മനുഷ്യായുസ് തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ തിരഞ്ഞെടുക്കുന്നത്, ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് നാളത്തേക്കല്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിനിടയിൽ ജീവഹാനി എന്തെങ്കിലും നഷ്ടപ്പെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതും ഒരു പരാജയമായിട്ട് കണക്കാക്കാതെ നിർവാഹമില്ല. അപ്പം ഇങ്ങനെയൊക്കെ സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ നേരത്തെ അന്വേഷിക്കുന്നത്. അപ്പോൾ സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഇനി ഉണ്ടെങ്കിൽ തന്നെയും അതിന് വേണ്ട കാര്യങ്ങളെങ്കിലും ചെയ്യാലോ, മുന്നോട്ട് ശ്രദ്ധിക്കാലോ, സൂക്ഷിക്കാലോ. അപ്പോൾ സൂക്ഷിക്കാത്തതാണ് ഇതിന്റെ പരാജയത്തിന് കാരണം. ഒന്ന്. പിന്നെ ഉള്ള ഒരു പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം കുടുംബത്തിലുള്ള ആരാധനാ രീതികൾ. ഇപ്പോൾ അടുത്തിടെ കണ്ടുവന്നുള്ള ട്രെൻഡാട്ടോ. ജ്യോതിഷം നമുക്കവിടെ മാറ്റി വയ്ക്കാം, ജ്യോതിഷം അവിടെ ഇരിക്കട്ടെ. ജ്യോതിഷത്തിന്റെ കാര്യം ഇപ്പോൾ നമ്മൾ പല പ്രാവശ്യം പല കാര്യത്തിൽ പറഞ്ഞല്ലോ, ഇനി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ബാക്കി കാരണങ്ങൾ പറയാം. ആരാധനാ രീതികൾ പുതിയ ട്രെൻഡാണ്. ഈ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് ഈ വിഗ്രഹങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുക, അത് ആരാധന നടത്തുക. സ്ത്രീകൾ ഉൾപ്പെടെ വല്ലാതെ കൂടുതൽ ചെയ്യും. ഇപ്പോൾ സ്ത്രീകൾ വളരെയധികം ചെയ്യുന്നുണ്ട്. അതുപോലെ അനാവശ്യമായിട്ട് നമുക്ക് ചേരാത്ത മന്ത്രങ്ങളെ ജപിക്കുക, ചേരാത്ത രത്നങ്ങളെ ധരിക്കുക എന്ന് തുടങ്ങി പല പല പ്രവൃത്തികളും ഈ ദാമ്പത്യ പരാജയത്തിന് കാരണമാകുന്നുണ്ട്. നമുക്ക് കാരണം ഞാൻ തന്നെ പല ആളുകളെയും നോക്കുമ്പോൾ അവർക്ക് ജാതകപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല,
പക്ഷേ ഈ ചില രത്നങ്ങൾ പോലും നമ്മളെ സ്വാധീനിക്കേണ്ടത്. നമുക്ക് ചേരാത്തതാണെന്നുണ്ടെങ്കിൽ ആ രത്നം നമ്മളുടെ ദോഷകാഠിന്യത്തെ വർദ്ധിപ്പിക്കും. അത് ഞാൻ പിന്നെ ഒരു വിഷയമായിട്ട് നമ്മൾ ഡീപ്പായിട്ട് പറയേണ്ട വിഷയമാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ഒരുപാട് കടക്കുന്നില്ല. അത് ഇപ്പോൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം ഒരുപാട് പറയണം. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് അത് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ, ഈ പല കാരണങ്ങൾ കൊണ്ടുമാണ് ഈ ജ്യോതിഷപരമായിട്ടുള്ള കാരണം പറഞ്ഞല്ലോ, ദാമ്പത്യ പരാജയം ഉണ്ടാവാനുള്ള കാരണം ഇപ്പോൾ എണ്ണി പറയുകയാണെങ്കിൽ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കാത്തത്, ഇനി പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അതിനെ എന്താ പറയുക നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം സൂക്ഷിച്ച് തെരഞ്ഞെടുക്കാത്തതെന്ന് പറഞ്ഞു, അപ്പൊ നമ്മുടെ മാതാപിതാക്കളാണല്ലോ മക്കൾക്ക് ഇങ്ങനെ ഓരോ ആലോചന പോയി കൊണ്ടുവരുന്നത്. സ്നേഹിച്ച് കഴിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അല്ലാത്തവരുടെ കാര്യം. അപ്പൊ ഈ ജാതകമൊക്കെ നോക്കിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. ജാതകം നോക്കുക എന്ന് പറയുമ്പോൾ അവർ ഈ പരാജയപ്പെടുവാണല്ലോ, പൊരുത്തങ്ങളാണ് പറയുന്നത്. ഈ പൊരുത്തങ്ങളാണ് നോക്കുന്നത് വരെ. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നോക്കുന്നില്ല. അതായത് വരും കാലങ്ങളിൽ ഈ പരസ്പരം ഈ രണ്ടുപേർക്ക്, ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ ഈ പയ്യനോ പെണ്ണിനോ എന്തെങ്കിലും ക്രൂരഗ്രഹത്തിന്റെ ദശ വരുന്നുണ്ടോ, എന്തെങ്കിലും കഷ്ടകാലമുള്ള സമയം വരുന്നുണ്ടോ എന്നൊന്നും ഇവർ പരിശോധിക്കുന്നില്ല. ഇവർ പൊരുത്തങ്ങളാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ജീവിക്കുമ്പോൾ ഇവർ ദശാസന്ധി എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതെ, ഏകദേശം അങ്ങനെ പറയാം. നമുക്ക് രണ്ട് ദശകൾ ഒരുപോലെ ഒരുമിച്ച് വരുന്നതാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഇതുപോലെ പല അപകടങ്ങളും പ്രശ്നങ്ങളും ഈ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ എന്ത് തന്നെയാണെങ്കിലും ദശാസന്ധി ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും നേരത്തെ കുട്ടി പരിശോധിച്ച് പോവാത്തതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഈ പൊരുത്തമാണ് നോക്കുന്നത് വിവാഹത്തില്, മറ്റേ നോക്കുന്നില്ല ആരും. അപ്പോൾ അത് വെറുതെ വിടുകയാണ് നമ്മൾ. അനുഭവിക്കട്ടെ, അങ്ങനെയാണല്ലോ, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും എന്നുള്ള പോലെ വിടാൻ പറ്റുന്ന പണ്ടൊക്കെ കുറേ മക്കളുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. മനസ്സിലായോ? കുറേ കുട്ടികളുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ. കാരണം വളരെ അശ്രദ്ധമായ തീരുമാനങ്ങളായിരുന്നു. പിന്നെ സഹനം വളരെ കൂടുതലായിരുന്നല്ലോ. അതൊരു പ്രധാന വിഷയമാണ്. ഇന്നത്തെ കാരണമല്ല അന്നത്തെ കാരണം. അന്നൊരു കേസ് ഒരു വിവാഹ ബന്ധം വേർപെട്ട് പോകുക എന്ന് പറയുന്നതിന്റെ 10,000-1 കാരണം വേണ്ട. ഇന്ന് ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ കാരണം, ഇന്ന് സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് ഇന്ന് ആശ്രയം ആവശ്യമില്ല ഒരു പരിധി വരെ. ഇന്നും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ പണ്ട് ഇപ്പോൾ വിവാഹം കഴിഞ്ഞു, ഭർത്താവിൻ്റെ കൂടെ ജീവിതം തുടങ്ങി, ഭർത്താവാണ് ജോലി ചെയ്യുന്നത്, അധ്വാനിക്കുന്നത്. എന്ന് വെച്ചാൽ പിന്നീട് ഈ സ്ത്രീയുടെ സകല കാര്യങ്ങളും നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ ഭർത്താവിനായിരുന്നു പണ്ട്. അങ്ങനെയാണ് വെപ്പ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ ഭർത്താവുമായിട്ട് പിന്നെ ഒരുപാട് മക്കളുണ്ടല്ലോ. അപ്പൊ ഈ ഭർത്താവുമായിട്ട് വിവാഹബന്ധം വേർപെട്ടാൽ പിന്നെ പോകാനുള്ള സ്വന്തം വീട്ടിലേക്കാം. സ്വന്തം വീട്ടിലെ സഹോദരങ്ങൾ 3 പേര്, അവരെ ഭാര്യമാരും അവരെ കുട്ടികളോടൊക്കെ ഒരു വലിയ ജനസംഖ്യ ആ വീട്ടിലുണ്ട്. അപ്പൊ ഈ ഈ പെൺകുട്ടിക്ക് ഒരിക്കലും അവിടെ വീട്ടിൽ പോയിട്ട് സ്വന്തം വീട്ടിൽ പോയി താമസിക്കാൻ പറ്റില്ല. അവിടുന്ന് ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല. കാരണം അവിടെ പിന്നെ സഹോദരങ്ങളെ ഭാര്യമാരുണ്ടാവും, അവരെ കുട്ടികളുണ്ടാവും, അവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് ആ വീട്ടുകാർ സപ്പോർട്ടും ചെയ്യില്ല. നീ എങ്ങനെയെങ്കിലും അവിടെ തന്നെ പോയിക്കോ, ഇവിടെ അത് പറ്റില്ല എന്ന് പറയും. അപ്പൊ ഈ സ്ത്രീ എന്താ പറയാ, ഒരു നിസ്സഹായമായി പോകും. ആ ഒരു നിസ്സഹായ അവസ്ഥ കൊണ്ട് ജീവിക്കാന്ന് വിചാരിക്കും. പിന്നെ അതിന്റെ രണ്ടാമത്തെ സ്റ്റേജാണ് കുട്ടികളായി കഴിഞ്ഞാൽ. കുട്ടികളെ എങ്ങനെ നോക്കും, കുട്ടികളെ കാര്യങ്ങൾ എങ്ങനെ ആര് കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ പൂർത്തിയാവും, അല്ലെങ്കിൽ അവർക്ക് നാണക്കേട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം താറുമാറാവും. നാണക്കേട്. അതായത് വിവാഹബന്ധം വേർപ്പെടുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. സ്ത്രീ ചിന്തിക്കുന്നത് ഇപ്പം എന്താണ്? സ്ത്രീ ചിന്തിക്കുന്ന ആയിക്കോട്ടെ, അയാൾ വേണ്ട, അയാൾക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിയുണ്ട്, ഞാൻ കഷ്ടം. ഇനിയിപ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകുന്നു, ഇന്ന് ധൈര്യം കുറച്ചുകൂടി കൂടുതലാണ്. കാരണം അതിനുള്ള അവസരം ഉണ്ട് കേട്ടോ. എന്താ അവസരം? എന്ത് ജോലിയും. പണ്ട് ഒരു നാട്ടിൻ പുറത്ത് ഒരു ടൈലർ ഉണ്ടാവും, ഒരു റേഷൻ കട ഉണ്ടാവും, ഒരു പലചരക്കട ഉണ്ടാവും, ഒരു മുറുക്കാൻ കട ഉണ്ടാവും, അല്ലേ? പിന്നെ വല്ല മത്സ്യമാംസാദികൾ എന്തെങ്കിലും വിൽക്കുന്ന ഒരു കടയുണ്ടാവും. ഇതല്ലാതെ ഒരു ടൗണിലൊന്നുമില്ല, ഒരു ചെറിയൊരു കവലയിലൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്ത് തൊഴിലവസരമാണ് ഈ സ്ത്രീക്കുണ്ട്? പിന്നെ പാടത്ത് വല്ല പണിക്ക് പോകണം പണ്ടൊക്കെ, അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല ഫാക്ടറിയിലോ അല്ലെ ഇവിടെ എന്തെങ്കിലും വല്ല ഇഷ്ടികളത്തിലൊക്കെ പോകണം. അപ്പോൾ അതിനൊന്നും സാധിക്കാത്തൊരു സവിശേഷതയുള്ള സ്ത്രീയാണെങ്കിൽ അതും പറ്റില്ല. അപ്പൊ പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ഈ ഭർത്താവിന്റെ അടിയും ചവിട്ടുമാണ് ഭേദം എന്ന് തോന്നും, അറ്റ്ലീസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. അപ്പൊ കമ്പാരിറ്റീവ്ലി അങ്ങനെ സഹിച്ചിരുന്നു. ഇന്ന് സ്ത്രീകൾ സഹിക്കില്ല, പുരുഷനും സഹിക്കില്ല. അങ്ങനെയുണ്ട്. കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് സഹിച്ചിരുന്ന പുരുഷനുണ്ട്. പിന്നെ അത് കുറവാണ്. പണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. ഇപ്പൊ ഈക്വൽ അല്ല, കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. സ്ത്രീക്ക് എല്ലായിടത്തും വളരെ അംഗീകാരം കിട്ടുന്നുണ്ട്, അവസരങ്ങൾ കിട്ടുന്നുണ്ട്. സമസ്ത മേഖലകളിലും സ്ത്രീക്ക് പിന്നെ പ്രാതിനിധ്യമുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്. രാത്രി എന്നോ പകലോ ഇല്ലാതെ എല്ലാ തൊഴിലുകളും ചെയ്യാനുള്ള സാഹചര്യവും ഇവിടെ ഉണ്ട്. അവനവനാണ് സൂക്ഷിക്കുക. അത് ആണായാലും പെണ്ണായാലും സൂക്ഷിക്കണം, അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന തൊഴിൽ ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ അതിന് മെനക്കെടുന്നില്ല. എന്തിനാ ഞാൻ അതിന് ചെയ്യേണ്ട ആവശ്യം, എനിക്ക് വേറെ ഓപ്ഷൻസ് അവിടെ കിടക്കുന്നത്, അന്ന് അതുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ വിവാഹബന്ധം വേർപ്പെടുന്നത് അതീവ ദുഃഖം തന്നെയാണ്, അത് ഏത് കാരണം കൊണ്ടായാലും. പക്ഷേ അതിൻ്റെ കാരണം തൻ്റേതല്ലാതെ ആകുമ്പോൾ അതിന് കുറച്ചുകൂടി പ്രശ്നം. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും വല്ല തോന്നിയാസം കാണിച്ചാൽ അയാളെ പോയി പണിയൊക്കട്ടെ എന്ന് ചിന്തിച്ചാൽ ഇത്ര വിഷമമില്ല. പക്ഷെ അയാൾ സ്നേഹമുള്ള ആളാണ്, അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ എന്താ പറയുക ശ്രദ്ധയും സ്നേഹവും കൊടുത്തിരുന്ന ആളാണ്. പക്ഷേ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോകുന്നതോ അദ്ദേഹത്തിന് ജീവഹാനി വരുന്നതോ ചെയ്യുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല.
ഒരു സ്ത്രീക്കും പറ്റില്ല, പുരുഷനും പറ്റില്ല. പറ്റില്ല. അത് ചിന്തിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. നാളെ കരയേണ്ടി വരരുത് എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നാളെ ബുദ്ധിമുട്ട് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരരുത് എന്നുള്ളത് കൊണ്ട് അത് മുൻകൂട്ടി മനസ്സിലാക്കി നിർത്തിക്കുന്നു എന്നുള്ളൂ. അതിന് വേണ്ട വഴി അല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. ഇനിയിപ്പോൾ ഈ ഒരുപാട് അത് ഈ പ്രേമിച്ച് കല്യാണിക്കുന്നവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇപ്പോൾ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് അവരെ അറിഞ്ഞാൽ പോലും ആദ്യത്തെ കുറച്ച് നാൾ ആ വിവാഹ ജീവിതം, ആ ദാമ്പത്യം ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ അവരിതൊക്കെ വിട്ടുപോകും. ഒരു 2-3 വർഷക്കാലം അതൊക്കെ പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവരത് വിട്ടുപോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കില്ല. ഒരുപാട് വഴികൾ ഇതിലുണ്ട്. സത്യം പറഞ്ഞു ഞാനത് ആണായിട്ട് പറയുന്നു. പല തന്ത്രം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. നമ്മളെ ഗ്രഹങ്ങളിൽ നിന്നും മറ്റ് പ്രീഡകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെട്ടു പോവുക, അതിൻ്റെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ട് സഞ്ചരിക്കുന്ന തന്ത്രമാണ് ഇതൊക്കെ. ഏത് തന്ത്രമാണ്, നമ്മളെ ക്ഷേത്രതന്ത്രമായാലും അത് തന്നെ. കബളിപ്പിക്കാന്ന് വെച്ചാൽ ആ അർത്ഥത്തിലല്ല, നമ്മൾ ഇതിന്ന് രക്ഷപ്പെട്ടു പോവുക. ഞാൻ പറയില്ലേ, ഇപ്പൊ മഴ നിർത്താൻ നമുക്ക് പറ്റില്ല, താഴെ ഒരു പന്തലിട്ടിട്ട് നമുക്ക് താഴെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ പന്തലെങ്കിലും മതി, എന്തെങ്കിലും മഴ നിൽക്കുമ്പോൾ പന്തലഴിച്ചിടാം. അപ്പോൾ വിദ്യയുണ്ട്, ഏതിനും വിദ്യയുണ്ട്. അന്വേഷിച്ച് പോകണം, അല്ലെങ്കിൽ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് വേണം. അതൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അനുഭവം കൊണ്ട് പഠിക്കാം. അവരെയും നമ്മൾ തള്ളിക്കളയുന്നില്ല, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയും നമ്മൾ അംഗീകരിക്കുന്നു. അത് അനുഭവം കൊണ്ട് മനസ്സിലായാൽ മതി, അനുഭവം കൊണ്ട് മതി. എന്നാൽ അനുഭവം കിട്ടിയാലും അതുകൊണ്ടല്ല ചിന്തിക്കുന്നവരുണ്ട്. അത് മനുഷ്യനല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും അത് ഇതുകൊണ്ടല്ല ചിന്തിക്കുന്നവരുണ്ട്. അവരോട് നമുക്കൊന്നും പറയാനില്ല. അതാണ് കാര്യം. പിന്നെ ക്ഷേത്ര വഴിപാടുകൾ ദാമ്പത്യ വിജയത്തിന് പരിഹാരമായിരിക്കും. ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സമയത്താണ് ക്ഷേത്ര വഴിപാടുകൾ 2 വിധത്തിലാണ്. അത് ദോഷമായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ 2 പേര് ഒരുമിച്ച് ജീവിക്കുകയാണ്, ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, ജാതകപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇവർ ഇപ്പോൾ ജ്യോതിഷപരമായിട്ട് ചിന്തിക്കുമ്പോൾ അവർ പിരിഞ്ഞ് താമസിക്കേണ്ടുന്നവരോ, അല്ലെങ്കിൽ 2 പേർക്കും എന്തെങ്കിലും അപകടം പറ്റാൻ സാധ്യതയുള്ളവരോ ആണെന്നിരിക്കട്ടെ, എന്തോ അവരുടെ ഒരു മുൻജന്മ സുഹൃതം കൊണ്ട് അതിനെ തരണം ചെയ്ത് പോകാന്നിരിക്കട്ടെ. നമ്മൾ ഈ ഐക്യമത്യം മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് 2 ആളെയും കൊണ്ട് കൊടുക്കണം എന്താണെന്നറിയോ? ഈ സ്കൂളിൽ ഇമ്പോസിഷൻ ഓർമ്മിപ്പിക്കണ പോലെ. അതെ, ഞങ്ങളിവിടെ ഉണ്ട് കേട്ടോ, നിങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളത് സ്റ്റിൽ ഒരുമിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞു കൊടുക്കണ പോലെ ഉടനെ ഗ്രഹങ്ങൾ ആക്ടിവേറ്റ് ആവും, ട്രിഗർ ആവും. അത് ശരി, നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെയുണ്ടോ, അത് ശരി, ഞാൻ മറന്നിരിക്കുന്നു, പറഞ്ഞത് നന്നായി, മനസ്സിലായില്ലേ? അപ്പൊ ട്രിഗർ ചെയ്യരുത്. ദോഷം വർദ്ധിപ്പിക്കാൻ ആ ദോഷമുള്ള ആളോട് പോയിട്ട് പോത്തിനോട് നിന്ന് വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല. അത് ദേവതയാണെങ്കിലും അത് തന്നെയാണ്. നമ്മൾ ഉപദ്രവിക്കാൻ തയ്യാറായി വരുന്ന ഒരാളടുത്തുനിന്ന് ആദ്യം ഓടി രക്ഷപ്പെടുക എന്നുള്ള അല്ലേ യുക്തി? അതോ അയാളെ വിളിച്ചിട്ട് അയാളെ വിളിച്ചിരുത്തി ഉപദേശിക്കുക എന്നുള്ളതാണോ യുക്തി? അല്ല. ഭ്രാന്തവനായിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ഒരാൾ കത്തിയും കൊണ്ട് വരിക, അല്ലെങ്കിൽ ഒരു ഇതും കൊണ്ട് വരിക എന്നുണ്ടെങ്കിൽ അയാളോട് പോയിട്ട് വേദം ഉപദേശിക്കാൻ പറ്റും വല്ല കാര്യമില്ല. ആദ്യം എന്താ വേണ്ടേ? എസ്കേപ്പ് ചെയ്യണം. അയാളെ ട്രിഗർ ചെയ്യരുത്. അപ്പൊ അയാൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അയാൾ കാണാതെ സഞ്ചരിക്കണം. അപ്പൊ നമ്മൾക്ക് കഷ്ടം തരാൻ തയ്യാറായി നിൽക്കുന്ന ആ ഗ്രഹത്തിന്റെ കണ്ണിൽ പെടാതെ ജീവിക്കണം. അതാണ് തന്ത്രം, അതിനാണ് ഉപദേശം വേണമെന്ന് പറയുന്നത്. അല്ല, ഇത് മാജിക് ഒന്നല്ല. എന്തുകൊണ്ട് ഇതറിയാത്തവരാണ് ജ്യോതിഷത്തിന് ഒരു ക്ഷേത്ര വഴിപാടും ഇല്ലാതെയും ജ്യോതിഷത്തിൽ പരിഹാരങ്ങളുണ്ട്, പൂജ ചെയ്യാതെയും പരിഹാരങ്ങളുണ്ട്, അവനവന്റെ ജീവിതചര്യ കൊണ്ട് മാത്രം മാറ്റാവുന്ന പരിഹാരങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊന്നും ഒരു പരിധി വിട്ടാരും പറഞ്ഞു കൊടുക്കൂല. പറഞ്ഞു കൊടുത്താൽ ആർക്കും നിലനിൽപ്പില്ല. ഒരാൾക്കും അസുഖം വരാതിരിക്കാനുള്ള ഒരു വാക്സിൻ കണ്ടുപിടിച്ച എന്താ അവസ്ഥ ഉണ്ടാവുക? ചേച്ചി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വാക്സിൻ കണ്ടുപിടിക്കാണ്, ആ വാക്സിൻ അടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു അസുഖം വരില്ല, പ്രതിരോധ ശക്തി ഉണ്ടാവും, അദ്ദേഹത്തിന് പ്രകാരമുള്ള പൂർണ്ണ ആയുസും ആരോഗ്യം കിട്ടുന്നിരിക്കട്ടെ. ഇവിടെ ആശുപത്രികളുടെ പ്രാധാന്യം എന്താ? മെഡിക്കൽ സ്റ്റോഴ്സിന് എന്താ പ്രാധാന്യമുള്ളത്? ലബോറട്ടറികൾക്ക് എന്താ പ്രാധാന്യം? ഈ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്ന വലിയ വലിയ റിസർച്ച് ഫാർമ കമ്പനികളുണ്ടല്ലോ, അവർക്ക് എന്താ പ്രാധാന്യമുള്ളത്? അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിന് വളം. അതെന്താ ആളുകളൊന്നും പറയുന്നത്? ഈ ജ്യോതിഷത്തിന് ആൾക്കാർ കുറ്റം പറയുന്നുണ്ടല്ലോ, അല്ലെ? ഈ അസുഖം വർദ്ധിക്കുന്നത് കൊണ്ടാണല്ലോ ഈ ആശുപത്രികൾ ഇത്ര വളരുന്നത്, അല്ലെ? ആളുകൾക്ക് വന്ധ്യത ഉള്ളതുകൊണ്ടല്ലേ ഇത്രയേറെ? ഇപ്പൊ ഈ എറണാകുളത്ത് തന്നെ എത്ര വന്ധ്യതാ ക്ലിനിക്കുകളുണ്ട്, അല്ലെ? അപ്പോൾ ഇതൊരാൾ കൂടുതലാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ആളുകളുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോഴല്ലേ ഈ പറയുന്ന സംരംഭങ്ങൾ വിജയിക്കുന്നത്. അപ്പൊ അത് പ്രശ്നമല്ല. അപ്പൊ ജ്യോതിഷം മാത്രമാണോ ഒരാളുടെ കഷ്ടം കണ്ടിട്ട് അയാൾക്ക് ഏറി വന്നൊരു 500,000 രൂപ ദക്ഷിണ കൊടുക്കും, അതുകൊണ്ട് അയാളെ കുടുംബം പോറ്റുന്നു ഇരിക്കട്ടെ. സാധാരണ ഒരു നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരു ജ്യോത്സ്യനെ ഞാൻ പറയും. അത് ഞാൻ അതിൽ കുറവാണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല പൂജയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനെന്തെങ്കിലും ദക്ഷിണ വാങ്ങും. ഇതൊന്നും വെറുതെ അല്ല, ഇതിനൊക്കെ പ്രയാസമുണ്ട്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഈ പൂജകളൊന്നും ചെയ്യുന്നത് ഒരാളുടെ കൈക്കറിയല്ല. ഇതുകൊണ്ട് കുറേ പൂവിടുന്നതും കുറേ ജലം അർപ്പിക്കുന്നതും കുറേ പൂവ് ആരാധിക്കുന്നതൊന്നല്ല. ഇതിന് സങ്കല്പമുണ്ട്. അത് വെറുതെ ഒരാൾ അദ്ദേഹം ചെയ്യുന്ന അതേപോലെ കോപ്പി ചെയ്ത് വേറെ ആൾ ചെയ്ത് നോക്കും, അത് ക്രിയാവില്ലല്ലോ. ഇതിനൊരു സങ്കല്പമുണ്ട്. ഇതിന് നമ്മൾക്ക് പുറമേ നിന്ന് കാണാൻ പറ്റാത്ത സങ്കല്പക്രിയകളുണ്ട്. അതിനാണ് ഈ പണം എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കേണ്ടുന്ന ദുരിതത്തെ ഇതുകൊണ്ട് അദ്ദേഹം മാറ്റുകയാണ്. അദ്ദേഹത്തിന് ഉപാസന ബലം കൊണ്ട് അയാൾക്ക് ക്ഷയം ഉണ്ടാവും. ഈ പറയുന്നത് ഈ ചെയ്യുന്ന ആൾക്ക് കുറച്ച് ബാധിക്കുന്നുണ്ട്. അതിനെന്താ ബാധിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അപ്പോൾ ഒരു എന്താ പറയാ, ചൈതന്യ ലോപം സംഭവിക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാനാണ് ഒരാൾക്ക് വേണ്ടി ഒരാൾ ഒരു വളരെ കഷ്ടത്തിലാണ്, എന്നെ ആശ്രയിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ക്രിയ ചെയ്യുകയോ മറ്റെന്തെങ്കിലും വെറുതെ എന്തെങ്കിലും ഒരു സങ്കല്പം ചെയ്താലും മതി. ഞാൻ ജപിച്ചും ഞാൻ ആരാധിച്ചും ഞാൻ അനുഷ്ഠിച്ചും നേടിയ എൻ്റെ ഉപാസന ബലത്തിൽ നിന്നാണ് ഞാൻ കൊടുക്കുന്നത്. വെറുതെ ദിവ്യനായിട്ടൊന്നല്ല. ഈ ദിവ്യത്വം ഉണ്ടെങ്കിൽ തന്നെയും ഇത് വെറുതെ ഉണ്ടായതല്ല. ഒരാളുടെയും എൻ്റെ അല്ല പറഞ്ഞത് ഞാൻ അങ്ങനെ ഇനി പറയരുത്. ഞാൻ പറഞ്ഞു, ഒരു ആചാര്യൻ എന്തെങ്കിലും ദിവ്യത്വം ഉണ്ടെന്ന് നമുക്ക് അനുഭവപ്പെട്ടാൽ അത് വെറുതെ ഉണ്ടാക്കിയതല്ല. അദ്ദേഹം നമ്മൾ സുഖിക്കുമ്പോൾ അദ്ദേഹം സുഖിക്കാത്തതിൻ്റെയും നമ്മൾ ഉറങ്ങുമ്പോൾ അദ്ദേഹം ഉണർന്നിരുന്നതിൻ്റെയും ഫലമാണത്. അപ്പം അതിന് വിലയില്ലേ? ദ്രവ്യങ്ങൾക്ക് മാത്രമല്ലല്ലോ വില, കഷ്ടപ്പാടിന് വിലയുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ബുദ്ധി, ഞാൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാണ്, ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ശാരീരിക കായിക ബലം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഉപാസന ബലം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും വിലയുണ്ട്, അതിൻ്റെതായ വിലയുണ്ട്. ക്ഷേത്ര വഴിപാടുകൾ ഗുണം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പരിധി വരെ അത് ഗുണം ചെയ്യാതെ പോകുന്നതും കണ്ടിട്ടുണ്ട്, പ്രശ്നം അധികരിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതായത് ഓർമ്മയില്ലാതെ മറന്നിരിക്കുന്നതിനെ ചെന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ ഇരിക്കും. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതുകൊണ്ട് എന്നോട് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും അലോഹ്യം തോന്നരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യമത്യം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ട്, ശരിക്കും തല്ലുകൂടേണ്ടവരാണ്, പക്ഷെ സുഖമായിട്ട് പോകുന്നുണ്ടെന്ന് അങ്ങോട്ട് പോയി പറയലായിരിക്കും, പ്രശ്നങ്ങൾ വർദ്ധിക്കും. അപ്പം എന്താ ചെയ്യേണ്ടത്? അതിന് പോരുത്. ഒരുമിച്ചുണ്ടെന്നുള്ള തോന്നലുണ്ടാക്കുന്ന ഒന്നുമേ ചെയ്യാതിരിക്കുക. അതിനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പിന്നെ അതൊക്കെ വ്യക്തിപരമായിട്ടും ഒക്കെ പറയേണ്ടതാണ്. അത് ഇനിയിപ്പോൾ ആളുകൾ അങ്ങനെയൊക്കെ പിന്നെ ആരെങ്കിലും വല്ല സ്ത്രീയും അമ്പലത്തിൽ പോകണമെങ്കിൽ ഭർത്താക്കന്മാർ ഇത് അവിടെ ഇവിടെയും കേട്ടിട്ട് അതിന് മുടക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ട് പോരുത്, നീ മേലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നൊക്കെ പറയും. അത് എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. പറയുന്നെങ്കിൽ പൂർണ്ണമായിട്ട് പറയണം, അപൂർണ്ണമായിട്ട് നിർത്താൻ ഉദ്ദേശിക്കില്ല. അതുകൊണ്ട് ആ വിഷയം അങ്ങനെ ഉണ്ട്, വിദ്യയുണ്ട്. അത് അർഹതയുള്ളവർ ചോദിച്ച് മനസ്സിലാക്കട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ പരസ്പരം രണ്ട് വ്യക്തികൾ സ്നേഹിക്കുന്നു എന്നിരിക്കട്ടെ, അപ്പൊ അവിടെ ആ ജാതകത്തിന് പ്രസക്തി ഉണ്ടാവുമോ? ജാതകത്തിന് പ്രസക്തി ഉണ്ട്. അതിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കാം, പക്ഷെ അവർക്ക് പിരിയാൻ പറ്റാത്തവണ്ണം സ്നേഹിച്ചു പോയി ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളടത്ത് ഇത് തന്നെ അവർ. അപ്പൊ അതിൽ രണ്ടുപേരുടെയും ധൈര്യം, രണ്ടുപേരുടെയും പരസ്പര സ്നേഹത്തിന്റെ കാഠിന്യം. ഇദ്ദേഹത്തിന് എന്ത് വന്നാൽ, ഇപ്പോൾ ഭാര്യയ്ക്ക് എന്ത് തന്നെ സുഖമോ കഷ്ടമോ വന്നാലും ഭർത്താവ് കൂടെ നിൽക്കേണ്ടതാണ്, തിരിച്ചും വേണ്ടതാണ്. അതിന് തയ്യാറാണെങ്കിൽ ഇവിടെ അതിന് പ്രസക്തിയേ ഇല്ല. നിങ്ങൾ ജാതകം എടുത്ത് അലമാര വെച്ച് പൂട്ടിക്കോളൂ. ഇപ്രകാരമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. വരുന്നത് കാണാൻ ധൈര്യമുള്ള വീരനെ സംബന്ധിച്ചിടത്തോളം ജാതകമോ പിന്നെ ഗ്രഹനിലയോ ഒന്നും പ്രശ്നമല്ല. അതിന് ശേഷിയില്ലാത്ത ഭീരുവിനെ സംബന്ധിച്ചാണ് ഇതൊക്കെ വേണ്ടത്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് അർഹമായത് കിട്ടാതെ പോകണ്ടല്ലോ, പരിശോധിച്ച്. അങ്ങനെയുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ തിരിച്ചറിഞ്ഞാൽ. ഒരു സംശയം ചോദിക്കുന്നതാണ്, ചിലപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയും 20 കൊല്ലം കഴിയുമ്പോൾ അങ്ങനെ വരും, സാധ്യതകളാണ് പറയുന്നത്. അങ്ങനെ ഒരു സാധ്യതകളാണ് പറയുന്നത്. 15 കൊല്ലം കഴിയുമ്പോൾ അത് ഈ രണ്ടുപേരുടെയും ദശയൊക്കെ നോക്കിയിട്ട് പറയുന്നതാണ്. അത് രണ്ടുപേർക്ക് പിന്നെ ആ 20 വർഷം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും മോശം ദശാകാലം എന്തെങ്കിലും ഉണ്ടാവും, അപ്പൊ അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മളതിന് മുന്നേ കുട്ടി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. അതിനുള്ള വിദ്യയുണ്ട്, ക്ഷേത്ര വഴിപാടുകളായിട്ടും അല്ലാതെയും വിദ്യകളുണ്ട്. അപ്പൊ ആ വിദ്യ പ്രകാരം അതുപോലെയുള്ള കാര്യങ്ങൾ ഒരാളെടുത്തുനിന്ന് അതിന്റെ ഉപദേശം ചോദിച്ചു വാങ്ങി അത് പ്രകാരം ജീവിക്കുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരില്ല. അപ്പൊ അയാൾ പറഞ്ഞ പ്രവചനം തെറ്റാന്ന് പറയരുത്. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കത് അനുഭവിക്കേണ്ടി വരില്ല. അനുഭവിക്കേണ്ടി വന്നാലല്ലേ അത് അനുഭവത്തിൽ വരൂ. നമ്മളതിന് പരിഹരിച്ചല്ലോ, നമ്മൾ പരിഹരിച്ച് നീക്കി. നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങൾ അത് അനുഭവിക്കേണ്ടിയിരുന്ന പറഞ്ഞേ, നിങ്ങൾ അതിനുവേണ്ട പരിഹാരം ചെയ്തു, അപ്പൊ അനുഭവിക്കേണ്ടി വരില്ല. പിന്നെ കുറെയൊക്കെ നമ്മുടെ ഈശ്വരാധീനം കൊണ്ടും കുറെയൊക്കെ അത് ലൈറ്റ് ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞ ഒരു കൊതുക് അടിച്ചു നമ്മൾ അടിച്ചു, അങ്ങനെ രക്തം പൊടിയാം, വലിയ അപകടം പറ്റിയിട്ട് രക്തം പൊടിയാം. രക്തം പോകണം എന്നുള്ള യോഗ ഉണ്ടാവുള്ളൂ. രണ്ടും അങ്ങനെ തന്നെ. ഇനിയിപ്പോ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, ഒരാൾ ഒരു ബ്ലഡ് ബാങ്കിൽ പോയിട്ട് ഒരു രക്തദാനം കൊടുത്തു അല്ലെങ്കിൽ ചെയ്തു, അതും രക്തനഷ്ടം തന്നെ. അപ്പോൾ യോഗങ്ങൾ എങ്ങനെയാ വരുന്നത്, അതിനെ ലൈറ്റർ ആക്കാനും പറ്റും, അതിനെ കഠിനമാക്കാനും പറ്റും. അവിടെയാണ് ഈശ്വരാധീനത്തിന്റെ പ്രസക്തി. ഇപ്പൊ ഞാനിത് ഹൈന്ദവമായിട്ട് പറയുന്നതല്ല, സമസ്ത ഏത് മതമല്ല, സകല ജാതി ഏത് മതത്തിലായാലും ശരി, ഈശ്വരാധീനം എന്ന് പറയുന്ന പ്രകൃതി നമ്മൾ തമ്മിലുള്ള ബന്ധമാണ്. അതിന്റെ പ്രാധാന്യം നമുക്ക് വേണ്ടുന്നതിനെ അതിനെ ചെറുതാക്കി തരാനും വലിയ രീതിയിലാക്കാനും ഈ ഒരു ശക്തിക്ക് സാധിക്കും. അതെങ്ങനെയാ സാധിക്കാന്ന് വെച്ചപ്പോൾ അതിനൊന്നും നമുക്ക് പറയാനും നമ്മൾ ആളല്ല. നമുക്ക് നമ്മുടെ ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ മനുഷ്യന്റെ അറിവിന് പരിമിതി, അനുഭവങ്ങൾ കണ്ട് പറയാനേ പറ്റുള്ളൂ. ഇതുവരെ അനുഭവം ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ലൈറ്റ് ആക്കുന്നതായിട്ടും കഠിനമായിട്ട് വിഷമം അനുഭവിക്കേണ്ട വ്യക്തിയുടെ പ്രശ്നങ്ങൾ വളരെ ചെറിയ രീതിയിലൊക്കെ പോയിട്ടുള്ള, നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് മഹാനടന്മാരുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട്, രാഷ്ട്രീയക്കാരുടെ അനുഭവങ്ങളും ഉണ്ട്. അവരൊക്കെ അതിന് വേണ്ട ആശ്രയങ്ങൾ പലരെ ആശ്രയിച്ചും ആചരിച്ചും അനുഷ്ഠിച്ചും ഒക്കെ അത് എന്നെ ലൈറ്ററാക്കിയതാണ്. അപ്പോൾ ഇത് നടക്കുമെന്ന് വെച്ചാൽ നടക്കും, നമ്മൾ കൂടി വിചാരിക്കണം. ഒരാൾ സ്വയം വിചാരിക്കാതെ ഒന്നും പറ്റില്ല. അതാണ് അതുകൊണ്ട് ഇതിന്റെ പൊതുവെ കൺക്ലൂഡ് ചെയ്യാനുള്ളത്. പിന്നെ ജാതകത്തില് ദോഷമുണ്ട്. അപ്പൊ പരസ്പരം ജീവിക്കുന്നവർക്ക് ആ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അത് ഇപ്പൊ പരസ്പരം ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ തങ്ങളുടെ ദാമ്പത്യ ബന്ധം നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം അന്വേഷിച്ചറിഞ്ഞ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് അതിന് ഉത്തരം. ദോഷമുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനെ അവഗണിക്കാതെ പിന്നീട് പറ്റിപ്പോയ ശേഷം നമ്മൾ അതിനെക്കുറിച്ച് വിലപിച്ചിട്ട് കാര്യമില്ല. അത് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാൽ ചികിത്സിക്കണം. പിന്നെ അല്ലെങ്കിൽ അസുഖം അത് വലിയ മാരകമായ അസുഖങ്ങളിലേക്ക് പോകും. എന്ന് വെച്ചാൽ ജാതകപ്രകാരം ദോഷമുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ദോഷമുണ്ട്, പക്ഷേ ജീവിക്കാം.
പക്ഷെ എന്താണോ ദോഷം അതിന് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. പൂട്ട് മാത്രമായിട്ട് ഉണ്ടാക്കുന്നില്ല. ഒരു കമ്പനിയിൽ ചാവിയുണ്ട്, താക്കോലുണ്ട്. പക്ഷെ അതിന്റെ ചാവി കൊണ്ട് തുറന്നാലേ തുറക്കുള്ളൂ എന്ന് മാത്രമല്ല, തല്ലി പൊട്ടിക്കണം. ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു വിദ്യ ഉണ്ട് അവിടെ. പിന്നെ തല്ലി പൊട്ടിച്ച് കളയുന്ന അവസ്ഥ ഉണ്ടാവരുതെന്ന് മാത്രം. അപ്പോൾ ആ ഒരു താക്കോലുണ്ട് അതിന്. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഒരു പ്രകൃതിയിലില്ല. എല്ലാത്തിനുള്ള പരിഹാരങ്ങളുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കണം. ഇപ്പോൾ ഒരാളടുത്ത് രണ്ടാളടുത്ത് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ ആളടുത്ത് പോകണം. ആവശ്യം അവരുടെ അല്ല നമ്മുടെയാണെന്നുള്ള ഓർമ്മ വേണം. ആളുകൾക്ക് ധാഷ്ട്യമുണ്ട് എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറഞ്ഞു 3 ദിവസമായി വിവരം കിട്ടിയില്ല, ഇനി വേണ്ട, എനിക്കറിയാം ജീവിക്കാൻ. അവിടെ അത് പാടില്ല. നമ്മളുടെ പരിധിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എത്രയോ ആളുകളുണ്ട്. അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തി ഉള്ള സ്ഥലമോ സാഹചര്യം ഒന്നും ഞാൻ പറയുന്നില്ല, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹത്തിന് പഠിക്കാവുന്നതിൻ്റെ പരമാവധി പഠിച്ചു. എല്ലാവിധ പിന്നെ ക്വാളിഫിക്കേഷനും ഉണ്ട്. സുമുഖനാണ്, എഴുത്തുകാരനാണ്, പിന്നെ എല്ലാ കഴിവുകളുണ്ട്. അദ്ദേഹം വളരെ ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്തു ഒരു 10-15 വർഷക്കാലം. അതേ അറിവും അതേ ജ്ഞാനവും എല്ലാം ഇപ്പോഴും ഉണ്ട്. പക്ഷെ അയാളിപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്തൊരു പ്രശ്നത്തിൽപ്പെട്ട് ഒന്നും അല്ലാതെ നിൽക്കുന്നു. ഈ സമീപകാലത്തായിട്ട് അയാളെ അറിവ് നഷ്ടപ്പെട്ടോ? ഇല്ല. അയാൾ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയോ? ഇല്ല. അയാളെ കഴിവുകൾ എന്തെങ്കിലും പോയോ? ഇല്ല. അയാൾ എഴുത്തുകാരനല്ലേ? അതെ. എല്ലാ കഴിവുകളും നിലനിൽക്കേ അന്ന് ഗുണവും ഇന്ന് ദോഷവും. ഇതിനെ ഇപ്പം ആളുകൾ പറയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും നോക്കണം. അയാൾ അന്ന് ഹാർഡ് വർക്ക് ചെയ്തൊന്നും അയാൾ വിജയിക്കുന്നുണ്ട്. ഇന്ന് അയാൾക്ക് ഹാർഡ് വർക്ക് പോയിട്ട് വർക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അയാൾ എത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനം എന്താ? പ്രകൃതിയല്ലേ? നമ്മളുടെ കഴിവ് മാത്രമാണ്. നമ്മളുടെ കഴിവ് കൊണ്ടാണെങ്കിൽ ഇതിവിടെ ഏതെങ്കിലും ദരിദ്രം ഉണ്ടാവുമോ? അല്ലേ? ഗുരുവായൂർ അമ്പലത്തിലും മറ്റ് സമസ്ത ജാതി മത ദേവാലയങ്ങളിലും ആളുകളെ ഇരച്ചു കയറുന്നത് എല്ലാവരും നന്നാൻ വേണ്ടിയിട്ടല്ലേ? രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ. എല്ലാവരും രക്ഷപ്പെടുന്നുണ്ടോ? അല്ലേ? ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കോഴ്സ് പഠിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ കരിയർ ഗ്രോത്ത് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചപ്പോൾ ഓർത്തുണ്ട്, നമ്മളെപ്പോൾ അത്ര പോലും പഠിക്കാത്ത പല കൂടെ പഠിച്ചവരും നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. നമുക്ക് അത്ഭുതം തോന്നി, ഇങ്ങനെ അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും അവസ്ഥ എത്തിയോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ അതിന്റെ അടിസ്ഥാനം? അദ്ദേഹത്തിന് ആ സപ്പോർട്ട് കിട്ടി. ആ പ്രകൃതിയിൽ നിന്നുള്ള ആ സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടി. എന്നാൽ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, നല്ല കഴിവുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് ആ സപ്പോർട്ട് കിട്ടിയില്ല, ഒന്നും അല്ലാണ്ടായി. എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ റാങ്ക് 100% മാർക്ക് വാങ്ങുന്ന ഒരു പയ്യനായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും കഴിവുണ്ടായിരുന്നു. അപ്പം ഞാൻ പിൽക്കാലത്ത് ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുകിൽ ഇവൻ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല IAS IPS ഞാനൊക്കെ തരാറുണ്ട് ഇവൻ്റെ പേരുണ്ടോന്നൊക്കെ. പിന്നീട് ഞാൻ അറിഞ്ഞ ഇവനൊരു അക്ഷയ സെന്റർ നടത്തുക. ഞാൻ ആ തൊഴിൽ മോശമെന്നല്ല പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ കഴിവ് വെച്ച് ഞാൻ കണ്ട ആ പയ്യന്റെ കഴിവും അഭിരുചിയും വെച്ച് അവൻ അതിലേറെ എത്രയോ ഉയർന്ന ഒരു അധികാര പരിധിയിലുള്ള ഒരു ജോലി ഇരിക്കേണ്ട ആളായിരുന്നു. എത്തിയില്ല. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ കൂടെ പഠിച്ചപ്പോൾ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയുണ്ട്. ഞാൻ അവനെ സ്കൂളിൽ പഠിപ്പിച്ചതാണ്. തല്ലിപ്പൊളി സ്വഭാവമായിരുന്നു. അവൻ പഠിക്കില്ല, ചെയ്യില്ല. അവന് പക്ഷെ നല്ല സ്വഭാവമായിരുന്നു, പെരുമാറ്റം നല്ലതാ. പക്ഷെ അവന് ഈ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും അവന് താല്പര്യമില്ല. കലാപരമായത് അത്രയുമില്ല. പക്ഷെ ഒന്നിനും ഒരു പ്രത്യേകിച്ച് താല്പര്യമില്ല. എന്നാൽ എല്ലാ ദിവസവും വരും, നല്ല ചിരിച്ച മുഖമൊക്കെയാണ്. പക്ഷെ ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അവൻ ഈ എറണാകുളം ജില്ലയിൽ ഒരു വലിയ സ്കൂൾ നടത്തുക. അപ്പോൾ എനിക്ക് പേര് ഞാൻ പറയുന്നില്ല. ഒരു സ്കൂൾ സ്വന്തമായിട്ട് നടത്തണം അവൻ. അപ്പോൾ പോണ പോക്കെന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ എത്തിയത്. ഞാൻ അവനെ കണ്ട് മറന്ന അത് ആ സമയം മുതൽ പിന്നീട് അവിടുന്ന് അവൻ്റെ ജീവിതത്തിലുണ്ടായ സമയം വരെ അവൻ ഏതിലൂടെയൊക്കെ കടന്നു പോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്താലേ അറിയുള്ളൂ എന്താ അതിൻ്റെ ഇടയിൽ ഉണ്ടായതെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജീവിതം. അപ്പം എപ്പോഴും മനസ്സിലാക്കണം, നമ്മളെ അറിവുകൾക്ക് പരിമിതിയുണ്ട്. ഉള്ളത് ഇല്ലാത്തവരോട് ചോദിച്ച് മനസ്സിലാക്കണം. നമ്മൾ ഇല്ലാത്ത സാധനം കടയിൽ പോയി വാങ്ങുന്ന പോലെ, അത്രയേ ഉള്ളൂ. ഈ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കും വിവാഹിതരാവാൻ പോകുന്നവർക്കും നൽകാവുന്ന സന്ദേശം എന്തായിരിക്കും? സന്ദേശമായിട്ടല്ല, തിരിച്ചറിവോടുകൂടി ജീവിക്കുക, യുക്തിപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അറിവോ ബുദ്ധിയോ വിദ്യാഭ്യാസമോ ഒന്നും ഇതിലൊരു ഘടകമേ അല്ല. ഏത് വലിയവനെ മറ്റേ ജ്ഞാനപ്പാന ഇതിൽ പറയുന്ന പോലെ അല്ലേ, മാമല അത് പറയൂ, മുകളിലുള്ളവനെ കൊണ്ടുപോയി താഴത്തിടാനും നിമിഷ നേരം മതി, താഴെയുള്ളവനെ മുകളിൽ കൊണ്ടുപോയി ഇരുത്താനും നിമിഷം നേരം മതി. അപ്പോൾ അത് മനസ്സിൽ എപ്പോഴും വിചാരിക്കുക. തൻ്റെ സുഖത്തോടെ ജീവിക്കുന്ന ഒരു സദാ ചിന്തിക്കുക. ഈ സുഖം മുകളിൽ ഇരിക്കുമ്പോൾ ഏറ്റവും പേടിക്കേണ്ടത്. മുകളിൽ നിന്ന് വീണാലാണ് താഴെ ആഘാതം കൂടുക. നിപ്പിന്ന് വീഴുന്നതും 10ാം നിലേന്റെ മുകളിൽ നിന്ന് വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉയരങ്ങൾ പോകുന്തോറും വീഴ്ചയിലുള്ള ആഘാതം കൂടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിനയാന്വിതനായിട്ട് ജീവിക്കുക. മറ്റുള്ളവരെ അറിവുകളെ പുച്ഛിക്കാതിരിക്കുക, മറ്റുള്ള ശാസ്ത്രങ്ങളെ വിമർശിക്കാതിരിക്കുക, തനിക്കത് അറിയാത്തതുകൊണ്ടായിരിക്കുമെന്ന് ചിന്തിക്കുക. ഇനി അങ്ങനെ അറിഞ്ഞേ തീരുന്നുണ്ടെങ്കിൽ അത് പോയി പഠിക്കുക. ഇല്ലെങ്കിൽ അവർക്കറിയാം എനിക്ക് അറിയില്ല എന്നാണ് മിണ്ടായെങ്കിലും ഇരിക്കുക. വിമർശിക്കുന്നെങ്കിൽ അറിഞ്ഞ് വിമർശിക്കുക, ഇല്ലെങ്കിൽ വിമർശിക്കാൻ പോയിരിക്കുക. അതിന് ആ ഭാഗത്തേക്കേ പോകാതിരിക്കുക. അവനവൻ്റെ പാഠം ജീവിക്കുക. എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൂടെ ജീവിക്കാൻ അവകാശമുണ്ട്. എല്ലാ ചിന്താഗതി വെച്ച് പുലർത്തുന്നവർക്കും അത് പ്രകടിപ്പിക്കാനും അതിനെ ആ രീതിയിൽ ജീവിക്കാനും അവകാശമുണ്ട്. ഒന്നിനെയും വിമർശിക്കരുത്. തൻ്റെ അറിവും തൻ്റെ അനുഭവവും തൻ്റെ ജോലിയും തൻ്റെ അവസ്ഥയാണ് മികച്ചതെന്ന് കരുതാതിരിക്കുക. അത് വിവാഹത്തിലും ചെയ്യാതിരിക്കുക. പരസ്പരം ബഹുമാനിക്കുക, ജീവിക്കുക, അത്ര തന്നെ. ബാക്കിയൊക്കെ കുറേയൊക്കെ ഈശ്വരാധീനം എപ്പോഴും ഉണ്ടാക്കുക. മറ്റാർക്കും ദ്രോഹം ചെയ്യാതിരിക്കുക. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൽ മാജിക്ക്.
ഇന്ന് വളരെ ഉപകാരപ്രദമായ ഒരു ചർച്ചയായിരുന്നു. വളരെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വരാം. നന്ദി, നമസ്കാരം. നമസ്കാരം.